ഉന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സമാധാനം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഭക്തന്മാർ നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൊയർ ടീം, ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന സഹൃദയരും സ്നേഹിതരും നല്ലവരുമായ കാനക്കോട് ദേശനിവാസികൾ, മീഡിയ ഓൺലൈനിൽ കൂടി ലോകരാജ്യങ്ങൾ ഞങ്ങളെ സാഗൂതം ശ്രദ്ധിക്കുന്ന നല്ലവരായ മാന്യ പ്രേക്ഷകർ, പെനിയേൽ വർഷിപ്പ് സെന്ററിന്റെ അകത്തും പുറത്തുമായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും സന്ധ്യയെങ്കിൽ ലോകൈക രക്ഷകനും മാനവകുലത്തിന്റെ വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും ക്രിസ്തുയേശുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഈ വെള്ളിയാഴ്ച വൈകിയ വേളയിൽ നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ കൃപാലുവായ ദൈവം ഒരു ദിനം കൂടി എളിയവന് തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ നടക്കുന്ന 3 ദിന കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഇന്ന് നാളെ ഭജന പ്രഘോഷണത്തിന് ക്ഷണിച്ച പെനിയേൽ വർഷിപ്പ് സെന്റർ, അതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ, കൂടെയുള്ള ദൈവ കുഞ്ഞുങ്ങൾ, ദൈവമക്കൾ, എല്ലാ മക്കളോടുമുള്ള അകമഴിഞ്ഞ നന്ദി രാത്രി രേഖപ്പെടുത്തുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയും നാളെ രാത്രിയും കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച് തമിഴ് ഭാഷയിൽ പറഞ്ഞാൽ ഉലകത്തിൻ മുടിവും കടശിക്കാല ചെയ്തികളുമായിരിക്കും ഈ രാത്രിയിലും നാളെ രാത്രിയിലും നാം ഒരുമിച്ച് ചിന്തിക്കുന്ന ഇന്ന് രാത്രി 10 വാക്യങ്ങളായിരിക്കും ദൈവസന്ധിയിൽ വായിക്കുന്നത്. 6 വാക്യങ്ങൾ കഴിയുമ്പോൾ ഒരിടവേളയിലേക്ക് പോകും. ആ സമയത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുകയും 4 വാക്യങ്ങൾ കൂടി വായിക്കുമ്പോൾ ഈ രാത്രിയിലെ യോഗ സമാപിക്കും. മത്തായി സുവിശേഷവും ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവുമായിരിക്കും ഈ രാത്രി ചിന്തിക്കുന്നത്. ഇതിന്റെ ബാക്കിയും നാളെ രാത്രിയുമായിരിക്കും ചിന്തിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്തൃവൃത്തിനെ ഓർക്കുന്നു. കർത്താവിന്റെ ദാസൻ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 6-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പാലവിളയിൽ ഞാൻ അവരുടെ ദൈവസഭയിൽ പോയി പ്രസംഗിക്കുക, അവിടെ താമസിക്കുകയും ദൈവകൃപയാൽ യോഗങ്ങളിൽ പങ്കെടുക്കുവാനിടയായി. ദീർഘ ഇടവേളകളിൽ ആ ഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് പ്രഭാഷണം നടത്താനിടയായി. വയലുംകരയും അപ്പുറത്ത് സൂര്യകോടും അതിനോടനുബന്ധിച്ച് ആ ഭാഗങ്ങൾ മുഴുവൻ, ചെങ്കവിള മുഴുവൻ, അത് കഴിഞ്ഞ് കൊല്ലങ്കോട്, സിൽവിപുരം, വെട്ടുവിള, ആ ഭാഗങ്ങൾ മുഴുവൻ പോയി പ്രസംഗിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. കഴിഞ്ഞ ദിവസങ്ങളിലും ഞാൻ വെട്ടുവിളയിലായിരുന്നു. അവിടുന്ന് മടങ്ങിയ വന്നത്. അതിനുശേഷമാ അടുത്ത യോഗത്തിൽ പോയതിനു ശേഷം വീണ്ടും ഇവിടെ വരുന്ന അടുത്ത ആഴ്ച വീണ്ടും ചെങ്കവിളയിൽ തന്നെ കർത്താവിന്റെ വരവ് പ്രസംഗിക്കുന്ന ഈ ദിവസങ്ങളിൽ മുഴുവൻ ആ മേഖല മുഴുവൻ കർത്താവിന്റെ വരവിനെ പറ്റിയുള്ള സത്യസുവിശേഷം പറയുവാനിടയാകുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ കർത്താവിന്റെ ദാസനെ കണ്ടത്. എനിക്ക് മറ്റു വിവരങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ല. പാലവിളയുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് നല്ല ഓർമ്മ വരുവാനിടയായി. ദൈവം കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല പാട്ടുകൾ പാടി സന്തോഷിപ്പിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെല്ലാം ദൈവം ധാരാളമായി സഹായിക്കട്ടെ. മീഡിയ കൈകാര്യം ചെയ്യുന്ന കനാൻ ഗോസ്ബൽ, അതിലെ ജേക്കബ് ജോൺ ബ്രദർ, കർത്താവിൽ വളരെ സ്നേഹിതനും ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിലായിരിക്കുന്ന ഒരു ദൈവവൃത്യനുമാകുന്നു. ആ മകനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 10 പതിറ്റാണ്ടുകളായി കർത്താവിന്റെ വയലിൽ നിൽക്കുകയും മീഡിയ കൈകാര്യം ചെയ്യുന്ന റെഡ്ബി മീഡിയ അജി ഇന്ന് രാത്രിയും ഈ ടെലികാസ്റ്റ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രഭാഷണങ്ങളെല്ലാം ലോകത്തിന്റെ വൻകരകളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരെ പ്രത്യേകിച്ച് നമ്മളൊന്നും പറയുന്നത് ഈ മഴയുടെ സാഹചര്യത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ശരിയാക്കി. ഇന്ന് നമ്മൾ കട്ടൻ കാപ്പിയൊക്കെ കൊടുക്കുമ്പോൾ നാളെ അവർ നേരത്തെ വന്ന് കുറച്ചുകൂടെ നല്ല വൃത്തിയാക്കി ശരിയാക്കി തരും. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ ഇത്രയൊക്കെ ഒരുക്കിയല്ലോ, പുറത്ത് സൗണ്ട് കിട്ടുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. മഹാദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ട് എന്താ സുവിശേഷ മഹായോഗം ഈ ഭാഗത്ത് ഓരോ വഴിത്താരകളിൽ നിന്ന് ഞാൻ തിരുവചനം പ്രസംഗിച്ചുകൊണ്ട് ഈ സ്ഥലമെല്ലാം ഇവിടുള്ള മക്കളെല്ലാം എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അതിനനുസൃതമായൊരു പ്രഭാഷണമായിരിക്കും ഈ രാത്രി നാം ചിന്തിക്കുന്നത്. എന്താ സുവിശേഷ മഹായോഗം? കയ്യിൽ കുറച്ച് പൈസ കിട്ടിയത് കൊണ്ട് നടത്തുന്ന പരിപാടിയല്ല സുവിശേഷ മഹായോഗം. സുവിശേഷ മഹായോഗത്തിന്റെ പ്രത്യേകത, കാനക്കോട്ട സകല കുഞ്ഞുങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, അവർ കാഹളത്തിങ്കൽ എടുക്കപ്പെടണം. 3, നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹം ഉണ്ടാകണം. 4, ദേശത്ത് ദൈവസഭയുടെ കണ്ണുനീരും യോഗങ്ങളും ദേശത്തിന് സമാധാനം ഉണ്ടാകണം. 5, ദൈവസഭയിൽ ചില ആത്മാക്കൾ കൂടി കടന്നു വരുവാൻ ദൈവം ദൈവസഭയെ ഏൽപ്പിച്ച ദൗത്യമാ സുവിശേഷ മഹായോഗം. ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കാം. അതിനനുബന്ധിച്ച് ഇന്ന് രാത്രി 1-2 മുന്നറിയിപ്പുകൾ പറഞ്ഞുകൊണ്ട് തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ശ്രദ്ധയോടെ ഇരിക്കാം.
സുവിശേഷ മഹായോഗത്തിന്റെ പ്രസക്തിയോടൊപ്പം തന്നെ വല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ലോകം പോകുന്നു. 2019 ഒക്ടോബർ മാസം ചൈനയിലെ വുഹാനിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ്, അൺസീൽഡ് വൈറസ്, ആർട്ടിഫിഷ്യൽ വൈറസ്, ബയോവെപ്പൺ വൈറസ്, ഒരു 15 രൂപയുടെ സോപ്പിന്റെ കുമിള കൊണ്ട് കഴുകിക്കളയുന്ന വൈറസ് ലോകത്തിന്റെ താളഗതികളെ മാറ്റി. പ്ലാവൂരും കാട്ടാക്കടയും മണ്ഡപത്തിൻകടവും വരുന്ന സഹോദരങ്ങളെല്ലാം കഴിഞ്ഞ നാളുകളിൽ കണ്ടൊരു കാഴ്ചയുണ്ട്. 3 വർഷത്തിന് പിറകിൽ നമ്മുടെ മുൻപിൽ എവിടെ തൊട്ടാലും വൈറസ്. നോട്ടിനകത്ത് വൈറസ്, പാൽ പാക്കറ്റിനകത്ത് വൈറസ്, വണ്ടിയുടെ കമ്പിയെ പിടിച്ചാൽ വൈറസ്, ഇടുന്ന ഡ്രസ്സിനകത്ത് വൈറസ്. ദൈവ കുഞ്ഞുങ്ങൾ പോലും കരം കൊടുക്കുവാൻ മടിച്ചൊരു കാലം 3 കൊല്ലങ്ങൾക്ക് പിറകിലുണ്ടായിരുന്നു. അവിടെ എല്ലാം വൈറസ് കടന്നപ്പോഴും അപ്പച്ചമ്മച്ചി ഇന്ന് രാത്രിയും വൈറസ് കടക്കാത്ത ഒന്ന് ഞങ്ങളുടെ കരങ്ങളിലുണ്ട്. അതിന്റെ പേരാ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ഈ രാത്രി ഞങ്ങൾ വചനവുമായി ഇവിടെ നിൽക്കുന്നത്. കോവിഡ് സാധാരണ സംഭവമല്ല. ഉലകത്തിന്റെ അന്ത്യദിനങ്ങളിലേക്കായി കോവിഡ് പോകുന്നത്. ഓരോ 100 വർഷത്തിന്റെ ഇടയ്ക്കും ഒരു മഹാവ്യാധി ഇവിടെ വരും. 1800 മനുഷ്യകുലത്തെ മുച്ചൂട് മുടിച്ചുകൊണ്ട് അനവധി പേരെ മരണത്തിന്റെ കരാളഹസ്തങ്ങളിലേക്ക് തള്ളിവിട്ടൊരു മഹാവ്യാധി ഇവിടെ ആഞ്ഞടിച്ചു. ആ മഹാമാരിയുടെ പേരായിരുന്നു പ്ലേഗ്. അത് കഴിഞ്ഞ് 117 വർഷം ലോക സമാധാനത്തോടെ പോയി. 1917 വരവിന്റെ 3 ലക്ഷണങ്ങൾ ഈ ഉലകത്തിൽ നിറവേറി. അതിനാസ്പദമായി 1917 വീണ്ടും ഒരു മഹാമാരി ലോകത്തിൽ ആഞ്ഞടിച്ചു. അതിന്റെ പേരായിരുന്നു സ്പാനിഷ് ഫ്ലൂ. രണ്ടാമത്തെ സംഭവം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. പീലാത്തോസിന്റെ അരമനയിൽ 2 കൂടുകളിൽ ഒന്ന് വാഴ്ത്തപ്പെട്ട കർത്താവിൻ 2 ബറബാസ്. അപ്പോൾ യഹൂദ പരീക്ഷകൾ നിലവിളിച്ചു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും വന്നു ഭവിക്കട്ടെ. കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ 110 രാജ്യങ്ങൾ ചിതറിയ യഹൂദൻ ആദ്യമായി മടങ്ങി വരുന്ന 1917 നവംബർ 11 രാത്രി 11 സെക്കൻഡ്. അതിന്റെ പേര് ആർതർ ബാൽവോർഡ് ഡിക്ലറേഷൻ അഥവാ ബാൽവോർഡ് വിളംബരം. തൊട്ടടുത്ത് 4 കിലോമീറ്റർ പോകുമ്പോൾ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ്. അന്ന് അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഈ ബാൽവോർഡ് വിളംബരം പഠിക്കുവാനിടയായി. ഇസ്രയേലിന്റെ പുനരാഗമനത്തിന്റെ ലക്ഷണമാ ലോക ചരിത്രത്തിൽ ആർതർ ബാൽവോർഡ് ഡിക്ലറേഷൻ. അതൊരു വലിയ പ്രസംഗമാ. 3 ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആരാന്ന് പല CPM-കാർക്കും CPI-കാർക്കും കോൺഗ്രസ്സുകാർക്കും അറിയത്തില്ല. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. അവന്റെ പേരായിരുന്നു കാറൽ മാർക്സ്. ഒരു ചെറുപ്പക്കാരൻ. അവൻ ഉലകത്തിന്റെ അന്നത്തെ സാമ്രാജ്യത്വ വ്യവസ്ഥ കണ്ടിട്ട് എഴുതിയ തത്വസംഹിത മാർക്സിസം. ആ കാറൽ മാർക്സ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് മറ്റൊരുവൻ കരങ്ങളിൽ പിടിച്ചവന്റെ പേര് ഫ്രെഡറിക് എംഗൽസ്. അവർ 2 പേര് ഉലകത്തിൽ കൊണ്ടുവന്ന തത്വശാസ്ത്രമാ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അഥവാ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. ഇസ്രായേലിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമല്ല ആദ്യം ഇത് വന്നത്. 1917 മെയ് മാസം 1-ാം തീയതി റഷ്യയിലെ സാർ ചക്രവർത്തിമാർക്കെതിരെ തൊഴിലാളി സഖാക്കൾ ഇഞ്ചന ചുവപ്പ് കുടി പിടിച്ചു. സർവ്വലോക തൊഴിലാളികളെ സംഘടിച്ചു ശക്തരാകുക. അന്നാദ്യമായിട്ട് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നു. സാർ ചക്രവർത്തിമാരെ വെട്ടിമാരുന്നു. 1917 കർത്താവിന്റെ വരവിന്റെ 3 ചാലുകൾ. 1 മഹാമാരി, 2 യഹൂദൻ മടങ്ങി വരുന്നു. 3ാമത്തെ സംഭവമായി റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം തീർന്നില്ല. 102 വർഷം ലോക സമാധാനത്തിലും സ്വസ്ഥതയിലും പോയപ്പോൾ 2019 ഒരു വൈറസ് ആഞ്ഞടിച്ചു. അത് ലോക രാജ്യങ്ങൾ മുഴുവൻ, അമേരിക്കയിലെ കടൽപ്പുറമായ ഒഹിയോ മുതൽ കന്യാകുമാരിയിലെ തേങ്ങാപട്ടണം വരെ ഈ വൈറസ് ആഞ്ഞടിച്ചു. വിശുദ്ധ ബൈബിളിനകത്തുണ്ട് ഇങ്ങനൊരു മഹാവ്യാധി വരും. അത് തുടങ്ങിയത് നോവൽ കൊറോണയിൽ, അവസാനിച്ചത് ഒമിക്രോണിലാ. പക്ഷെ ഇന്നും ഇന്ത്യ ICMR കോവിഡ് രോഗികൾ ഇന്ത്യയിൽ, അമേരിക്കയിലും ഇംഗ്ലണ്ടിലും എല്ലാം കോവിഡ് രോഗികൾ. അതിന് 2 വിഭാഗത്തിൽ അത് പെടുത്തിക്കളഞ്ഞു. അമേരിക്കയിൽ JN2, കേരളത്തിൽ ഇന്ത്യയിൽ JN1. താരതമ്യേന ഒരു പനി കോവിഡിന്റെ മറവിൽ എഴുന്നേറ്റു വരുന്നു. വിശുദ്ധ ബൈബിളിലുണ്ടോ? ഇന്ന് രാത്രി മുതൽ അത് തന്നെ ചിന്തിക്കുക. യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണത്തിൽ ഒലിവുമലയുടെ നെറുകയിൽ ശിഷ്യന്മാരോട് യേശു സംവദിക്കുമ്പോൾ യേശുവിനോട് ശിഷ്യന്മാർ അവസാന കാലത്തെ പറ്റി ചോദിച്ചപ്പോൾ എന്റെ നാഥൻ ഒലിവുമലയിൽ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു. മത്തായി 24:21 എല്ലാവരുടെയും ബൈബിളിലുണ്ട്. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകും. We are saying at interpretation in this night at English, in the beginning of the world such a panic or pandemic situation not yet in rise in the human kingdom, watching a simultaneous pestilence all over the world, the continent with India to America. സകല രാഷ്ട്രങ്ങളിലും ഇത് പടരുമെന്ന് വിശുദ്ധ ബൈബിളിനൊക്കെ ഒരു പ്രവചനമാ. ഈ കോവിഡ് ഇവിടെ ആഞ്ഞടിക്കൂ. കോവിഡിനോടുള്ള ബന്ധത്തിൽ അന്ത്യകാല സംഭവങ്ങൾ നിറവേറുന്നു. ഒരു ട്രെയിൻ വരുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് പോലെ, ഒരു വിമാനം ആകാശത്തിനകത്ത് പറന്ന് കയറുന്നതിന് ചില മുന്നറിയിപ്പുകൾ പോലെ ഇന്ന് രാത്രി കോവിഡിന്റെ മറവിൽ കർത്താവിന്റെ വരവിന്റെ 30 ലക്ഷണങ്ങൾ ഇവിടെ നടക്കുന്നു. അതിനാസ്പദമായി 2 കാര്യങ്ങൾ തൊട്ടുവെച്ചുകൊണ്ട് ഇന്ന് രാത്രി തിരുവചനത്തിലേക്ക് കടക്കും. 2023 ഇന്ത്യയും ബഹിരാകാശം, ഇന്ത്യൻ ISRO, ഇന്ത്യ
ഇന്ത്യയുടെ ബഹിരാകാശവും 2023 വലിയ കണ്ടുപിടുത്തങ്ങളുടെ ചാലുകൾ. 2023 3.25 ലക്ഷം കിലോമീറ്റർ ഉള്ള ചന്ദ്രനിലേക്ക് യാത്രയെ ഒരു റോക്കറ്റിനകത്ത് 36 ഉപഗ്രഹങ്ങൾ ഇന്ത്യ ചന്ദ്രനിലേക്ക് അയച്ചു. ചന്ദ്രയാൻ 3 അതിന്റെ ആസ്പദമായി റോക്കറ്റിനകത്ത് 36 ഉപഗ്രഹങ്ങൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ പോയി ഇങ്ങനെ വിതറി അവിടുത്തെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോൾ ആ റോക്കറ്റിനകത്ത് ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അതിന്റെ പേര് വിക്രം ലാൻഡർ. ആ ക്യാമറ ഇന്ന് രാത്രി ചന്ദ്രനിലെ ഓരോരോ ഭാഗങ്ങൾ ഇന്ത്യക്ക് അയച്ചു കൊടുക്കുന്നു. ഇന്ത്യ ചന്ദ്രനിലേക്ക്. രണ്ടാമത്തെ സംഭവം ഇന്ന് രാത്രി പെനിയൽ വർഷം സെന്ററിൽ നമ്മുടെ കൺവെൻഷൻ കൂട്ടങ്ങൾ ഇവിടെ നടക്കുമ്പോൾ 15 കോടി കിലോമീറ്റർ ദൂരെയുള്ള നല്ലൊരു സ്ഥലമായ സൂര്യനെ പിടിക്കുവാൻ അടുത്ത ഉപഗ്രഹത്തെ ഇന്ത്യ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനാസ്പദമായി ഒരു ഉപഗ്രഹത്തെ അയച്ചു. അതിന് പേരുമിട്ട് ഗഗൻയാൻ 3. ഗഗൻയാൻ എവിടം വരെ എത്തിയെന്നറിയാമോ? 15 ലക്ഷം കിലോമീറ്റർ. നാഗർകോവിൽ വണ്ടി കളിക്കാവുള്ള ബസ് സ്റ്റാൻഡിൽ കയറിയതുപോലെ തൽക്കാലം അവിടെ റെസ്റ്റ് ചെയ്യുന്നു. താമസം പിന്നെ യാത്രയാകാൻ പോകുന്നു. മൂന്നാമത്തെ സംഭവമായി ഇവിടുത്തെ മലയാളികളും നാട്ടുകാരും എല്ലാവർക്കും ഇവിടുത്തെ സ്കൂളുകളിലെല്ലാം സിലബസിൽ വന്നു. പ്ലാവൂർ സ്കൂളിലും വന്ന് കാണും. അത് കഴിഞ്ഞിട്ട് കുച്ചപ്പുറത്ത് നിന്നെല്ലാം CBSE സ്കൂളുണ്ട്, മാർനല്ലൂർ ക്രൈസ്റ്റ് നഗർ സ്കൂളുണ്ട്. ഈ ഭാഗത്തെ സ്കൂളുകളെല്ലാം എനിക്ക് നല്ല പരിചയവും ഇവിടുത്തെ പ്രിയപ്പെട്ടവർ അധ്യാപകരെല്ലാം സ്ഥിരം പ്രസംഗം കേൾക്കുന്നത് കൊണ്ട് എനിക്ക് വളരെ പരിചയമുള്ളവരാണ്. അവരുടെ മൊബൈലിലെല്ലാം ഒരു കാര്യം വന്നു. അതിന്റെ പേര് മാർസ് 1. മനുഷ്യൻ ചൊവ്വയിലേക്ക്. ചൊവ്വയുടെ പ്രത്യേകത 5.25 കോടി കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന ചൊവ്വയെ യാത്ര പിടിക്കുവാൻ മലയാളിയും തയ്യാറെടുക്കുന്നു. ലോകരാഷ്ട്രങ്ങളിലുള്ളവർ തയ്യാറെടുക്കുന്നു. എല്ലാ മൊബൈലിലും വന്നു കഴിഞ്ഞു. മാർസ് 1 ഫിസിക്സ് ജോഗ്രഫി ടീച്ചേഴ്സ് പഠിപ്പിച്ചു തുടങ്ങി. ചൊവ്വയിൽ ചെന്നാലും മലയാളി അഥവാ പാലക്കാടുകാർ ലേഖയും ശ്രദ്ധയും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ വഴിത്താരയിൽ തിരുവനന്തപുരം സ്വദേശി പൂജപ്പുരക്കാരൻ രാകേഷും ചൊവ്വയിലേക്ക് പോകാൻ പോകുന്നു. കുരങ്ങന്റെ തലയിൽ മൈക്രോ ചിപ്പ് തുടങ്ങി മനുഷ്യന്റെ തലയിലെ എലോൺ മസ്ക് എന്ന് പറയുന്ന മൈക്രോ ചിപ്പിന്റെ ഉപജ്ഞാതാവ് പറയുന്നു, പണം തന്നാൽ 10 ലക്ഷം പേരെ ഞാൻ ചൊവ്വയിൽ കൊണ്ടുപോയി കൂടാരമടിച്ച് താമസിപ്പിക്കാം. അതിന്റെ പേര് അവിടുത്തെ ജോഗ്രഫി ടീച്ചേഴ്സിന്റെ മൊബൈൽ, നിങ്ങളുടെ മൊബൈൽ ഗൂഗിളിൽ നോക്കിയാൽ മാർസ് 1 എന്ന് പറയുന്ന പരിപാടി വരുന്നു. ഉറങ്ങാൻ സന്തോഷമുള്ളവർക്ക് അവിടെ പോകാം. ചൊവ്വയിലെ ഒരു ഉറക്കത്തിന്റെ പ്രത്യേകത വളരെ സന്തോഷമാ. ഒരു രാത്രി ഉറങ്ങാൻ കടന്നാൽ 4 മാസം കഴിഞ്ഞേ നേരം വെളുക്കത്തുള്ളൂ. ഉറങ്ങാൻ സാധ്യതയുള്ളവർ ചൊവ്വയിൽ പോയി കഴിഞ്ഞാൽ ഒരു രാത്രി കടന്നാൽ 4 മാസം 120ാമത്തെ ദിവസമേ സൂര്യൻ വരത്തുള്ളൂ. അങ്ങനെ ഉറങ്ങാൻ പറ്റിയ ഒരു പണവുമായിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമായി ചൊവ്വ മാറിക്കഴിഞ്ഞു. നാലാമത്തെ സംഭവം ഇന്ന് രാത്രി നമ്മുടെ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ ഇന്ത്യയുടെ സുന്ദരമായ സുനിത വില്യംസ് വീണ്ടും ബഹിരാകാശത്തിൽ കയറിയിട്ട് അവിടുന്ന് പടങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത പകലരും ബഹിരാകാശത്തിലേക്ക് യാത്രയാകുവാൻ പോകുന്നു. അതിനുശേഷം അഞ്ചാമത്തെ സംഭവം, കഴിഞ്ഞ 2023 ഇലക്ഷന് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബാംഗ്ലൂർ ISROയിൽ ചെന്നു. ISROയുടെ ചെയർമാൻ, അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സോമനാഥ്, അദ്ദേഹത്തോടും കൂട്ടുകാരോടും പറഞ്ഞു, എന്നും നമ്മൾ ഈ പരിവേഷം നടക്കണ്ട. അമരവിളയിൽ തട്ടുകട തുടങ്ങുന്നത് പോലെ ശൂന്യാകാശത്ത് നമുക്കൊരു ബേസ് സ്റ്റേഷൻ വേണം, ഒരു കൂടാരം. വി നീഡ് എ ബേസ് സ്റ്റേഷൻ അറ്റ് ദ സ്പേസ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ നരേന്ദ്രമോദി ടെല്ലിംഗ് ടു ISRO പറഞ്ഞിരിക്കുന്നു, ശൂന്യാകാശത്തിൽ ഒരു ബേസ് സ്റ്റേഷൻ വേണം. അങ്ങനെയെങ്കിൽ മനുഷ്യൻ എവിടേക്ക്? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളിലേക്ക് മനുഷ്യൻ കടക്കുന്നു. വിശുദ്ധ ബൈബിളിലുണ്ടോ ഇതൊരു അന്ത്യകാല സംഭവം? ലൂക്കോസിന്റെ സുവിശേഷം 21-25 നിങ്ങളുടെ ബൈബിളിൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങൾ ഉണ്ടാകും. അത് കോവിഡാനന്തര ലോകത്തിൽ മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് യാത്രയാകുവാൻ തയ്യാറെടുക്കുന്നു. അടുത്ത വാക്ക് എല്ലാവരും ശ്രദ്ധിക്കുന്നു. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം. കള്ളക്കടൽ, കള്ളിക്കടൽ 6 മീറ്റർ തിരമാല ഉയരുന്നു. ചട്ടിയും കലവും ഭിത്തിയുമെല്ലാം തിരുവനന്തപുരത്തും തേങ്ങാപട്ടണത്തും പഴവഞ്ചാലും പൂവാറുമെല്ലാം കൊല്ലങ്കോടുമല്ല കടൽ കരയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു ദിനത്തിലേക്ക് ലോകം വരുന്നു. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ ഈ തലമുറയിൽ നടക്കാൻ പോകുന്നു. രണ്ടാമത്തെ സംഭവം, മെഡിക്കൽ സയൻസ് ഒന്നുകൂടി മുന്നോട്ട് പോകുന്നു. തിരുവനന്തപുരം പട്ടണത്തിൽ അനവധി നല്ല ആശുപത്രികളുണ്ട്. അത് കഴിഞ്ഞ് നിംസ് ഉണ്ട്, കിംസ് ഉണ്ട്, PRS ഉണ്ട്, അനന്തപുരി ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ മനുഷ്യന്റെ മുട്ട, കണ്ണ്, അത് കഴിഞ്ഞിട്ട് ഹാർട്ട്, ലിവർ, ലങ്സ് എല്ലാം മാറ്റിവെക്കുന്ന ശുശ്രൂഷ, ആ ഒരു വലിയ സർജറി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് മാറ്റം വരുന്നു. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ 2027 ഒരു വലിയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ചൈന ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ചൈനയിലെ മെഡിക്കൽ സെന്ററിന്റെ പേര് ഹാർബിൻ മെഡിക്കൽ സെന്റർ. അവിടെ പ്രായം ഒരു അപ്പച്ചനുണ്ട്, ഡോക്ടർ. അദ്ദേഹത്തിന്റെ പേര് സർജിയാവോ കനവേറോ, 70 വയസ്സുകാരൻ. ആ അപ്പച്ചൻ ഇപ്പൊ ചെയ്തത് പൂച്ചയുടെ തല മാറ്റി, എലിയുടെ തല മാറ്റി. അപ്പച്ചന്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ ചെന്നിരിക്കുക, സ്പിരിനാവോ വാലിഡോ. അവൻ കോമാ സ്റ്റേജിലാ. തലയിൽ പോളിയോ വന്ന് ഞരമ്പുകൾ വർക്ക് ചെയ്യുന്നില്ല. ആ ചെറുപ്പക്കാരൻ അപ്പച്ചൻ ഉറപ്പ് കൊടുത്ത ഒരു കാര്യമുണ്ട്,
നീ വിഷമിക്കേണ്ട, നല്ലൊരു തല ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒത്തുവന്നാൽ നിന്റെ ആ തല അറുത്ത് ടേബിളിൽ വെച്ചതിന് ശേഷം വെന്റിലേറ്റർ വഴി നിന്റെ ഹൃദയത്തിലേക്ക് ഓക്സിജൻ ലങ്സിൽ തന്നുകൊണ്ട് 8 മണിക്കൂർ കൊണ്ട് പുതിയ തല കുത്തിക്കയറ്റി നിനക്ക് പുതുജീവൻ തരാൻ ഞാൻ തയ്യാർ. ശാസ്ത്രലോകം ഞെട്ടുന്നു, തല മാറ്റാൻ ലോകം തയ്യാറാകുന്നു. ചൈനയിലെ ഹാർബിൻ മെഡിക്കൽ സെന്റർ ഡോക്ടർ സർജിയാവോ കനവേറോ, ചെറുപ്പക്കാരന്റെ പേര് പോളിയോ ബാധിച്ച സ്പിരിനാവോ വാലിഡോവിന്റെ തലയർത്ത് പുതിയ തലമുറ വെക്കാൻ പോകുന്നു. കാട്ടാക്കടക്കാരൻ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നേ സംശയമുള്ളൂ, അന്നമ്മയുടെ തലയെടുത്ത് അവറാച്ചാന്റെ തലയെ പറ്റി ഇത് എങ്ങനെ പ്രതികരിക്കുമെന്ന് ലോകം ഞെട്ടിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ബൈബിളിനകത്ത് ഇതുണ്ടോ? അന്ത്യകാലം, ദാനിയേൽ പ്രവചനം 12, അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും. ഒരിക്കൽ കൂടി പെനിയൽ കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാவது ഇരവ്, ഒരിക്കൽ കൂടി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായ വിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി എന്റെ പ്രതിഫലവുമായി കാന്തന്റെ കാഹളം മധ്യാകാശത്തിൽ ധ്വനിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇന്ന് മുതലാவது ഇരവ് കൺവെൻഷൻ കൂട്ടങ്ങളിൽ ചൊല്ലുന്നത് ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കാനക്കോട് പ്ലാവൂര് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. എല്ലാവർക്കും ബൈബിൾ തുറക്കാം. ഇന്ന് രാത്രി മത്തായി സുവിശേഷത്തിൽ കൂടി നാം ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. വിശുദ്ധ മത്തായി സുവിശേഷം 24, 3, 4, 5 വാക്യങ്ങൾ വായിച്ച് സഹായിച്ചിട്ട് മക്കളെ. മത്തായി 24, 3, 4, 5 വാക്യങ്ങൾ. അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ, യേശു ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. വേറെ ആരുമില്ല, ശിഷ്യന്മാര് മാത്രം തനിച്ചാണ് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു, അത് എപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകാവസാനത്തിന് നീ മടങ്ങി വരും, ഈ ലോകം തീരും, ഞങ്ങളൊന്നും ഇവിടെ നിന്നിട്ട് കാര്യമില്ല, പോയേ പറ്റൂ. നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. അടുത്ത വാക്ക്. അതിന് യേശു ഉത്തരം പറഞ്ഞു, അയ്യോ ഞങ്ങൾ ആരുമല്ല ഉത്തരം പറഞ്ഞത്, യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആര് നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതിന്റെ അർത്ഥം തെറ്റിക്കുന്ന ഉപദേശക്കാർ അനവധി വരാൻ സാധ്യത. അടുത്ത വാക്ക് യേശു പറഞ്ഞു, ഞാൻ ക്രിസ്തുവെന്ന്. വായിച്ചിട്ട് മക്കളെ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞു. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അതാ ഞാൻ ക്രിസ്തു അവിടെ ഇവിടെ എന്ന് പറഞ്ഞ അനേകം പേർ. ഇന്ന് രാത്രി, നാളെ രാത്രിയിൽ ഇതിനെ ബേസ് ചെയ്തായിരിക്കും നാം ചിന്തിക്കുന്നത്. ഉലകത്തിൻ മുടിവൻ കടൈസി കാല ചെയ്തികള്. യേശു ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന്, ഗുരു അതപ്പോൾ സംഭവിക്കും, നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. യേശു ചൊല്ലി, ആര് നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാൻ. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മൾക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇവിടെ കൺവെൻഷന് കുഞ്ഞുങ്ങൾ പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ദൈവ കുഞ്ഞുങ്ങൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ഒരു മാസത്തിന് മുമ്പ് എല്ലാവരും മനസ്സിലാക്കണം, ഒരു രാത്രി വയനാട്ടിലെ കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ കിടന്നു. മേപ്പാടി, മുണ്ടക്കയും, ചൂരൽമലയും, വെള്ളാർമറ്റ്, ഇവിടെയെല്ലാം പ്രസംഗിപ്പാൻ കൃപയാൽ എനിക്ക് ദൈവം തന്നു. ഒരു രാത്രി 2:30 ഭൂമി ഒന്ന് കുലുങ്ങി. ഭൂമി പടുപടപൊട്ടും കിടുകിടക്കീറും മത്തനെ പോലെ ചാഞ്ചാടും, കാവൽ മാടം പോലെ ആടുമത് വിറയ്ക്കും, വീടും എഴുന്നേൽക്കയില്ല. 4:30 രണ്ടാമത് 2 മലകളിൽ ഉരുൾ പൊട്ടിയപ്പോൾ രാത്രിയുടെ യാമത്തിൽ വീട്ടിനകത്ത് കിടന്ന ആയിരങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടു. 500-ൽ പരം പേർ മരണപ്പെട്ടു. 78 പേരെ കാണാതെന്ന് കേരള ഗവൺമെന്റ് കുഴങ്ങുന്നു. പലരുടെ കൈവേറെ കാലുവേറെ. അനവധി മനുഷ്യന്റെ അവയവങ്ങൾ ചാലിയാർ പുഴയിൽ കൂടി കടന്നുപോയപ്പോൾ ഇന്ന് രാത്രി കാനക്കോടും കാട്ടാക്കടയും പ്ലാവൂര് നെയ്യാറും കരമനയാറും ഈ പട്ടണത്തിൽ ഉണ്ടായിട്ട് പോലും അതിന്റെ ഒരു വെള്ളം പോലും നിന്റെ കോമ്പൗണ്ടിനകത്ത് വരാതെ, ഇവിടെ അനവധി മലകൾ ഉണ്ടായിട്ട് ഒരു ഉരുൾപൊട്ടൽ വരാതെ കാത്ത ദൈവത്തിന് കോടാനുകോടി സ്തോത്രം എന്ന് പറയുവാൻ എത്ര പേരുടെ കരങ്ങൾ ഇന്ന് രാത്രി ഉയരും. ഇന്ന് രാത്രി സഹോദര സഹോദരി, നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല, ആരാധിക്കുന്നവരുടെ കണ്ണിനീർ കണ്ട് കരുണ കാണിച്ച കർത്താവിന് ഇന്ന് രാത്രി കോടാനുകൂടി സ്തോത്രം. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന പ്രിയ എത്ര പേർക്ക് ഇന്ന് രാത്രി ആണ്ടവരിൻ മഹിമൈ ചൊല്ലി ഇന്ന് രാത്രി കർത്തർക്ക് മഹിമൈ കൊടുക്കുവാൻ പറ്റും. എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിന് വീഴ്ചയെന്ന്, പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകൂടി സ്തോത്രം. ഇവിടെ ഒരു ഉരുൾപൊട്ടൽ വരാമായിരുന്നു. ഒരുപക്ഷെ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുമായിരുന്നു, നിന്റെ ഭവനങ്ങൾ ഇല്ലാതാകുമായിരുന്നു. അതിന്റെ നടുവിൽ മുട്ടുമടക്കി നിലവിളിക്കുന്ന
പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീരിന് വേണ്ടി മറുപടി തന്ന നല്ല ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? എവിടെ ആരാധന ഉയർന്നിട്ടുണ്ട്, ദൈവകരം ഇറങ്ങി വന്നിട്ടുണ്ട്, എവിടെ ദൈവമക്കൾ മുട്ടുമടക്കിയിട്ടുണ്ട്, പ്രതികൂലങ്ങൾ മാറിയിട്ടുണ്ട്, എവിടെ ദൈവജനം ആർപ്പെട്ടിട്ടുണ്ട്, മതിലുകൾ തകർന്നെങ്കിൽ ഇന്ന് രാത്രി കുടുംബങ്ങൾക്കെതിരെ കുഞ്ഞുങ്ങൾക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളെ തകർക്കുക. കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊടുക. പഴയ നിയമത്തിന്റെ മരണത്തിന്റെ നദിയ യോർദാന്റെ വക്കത്താരെങ്കിലും കാഴ്ചപെട്ടിയാൽ അവരുടെ കാലക്കൽ പുതയ. എന്നാൽ മോശയ്ക്ക് ശേഷം ഒരുവനെ ദൈവം തെരഞ്ഞെടുത്തു. അവന്റെ പേരാ യോശുവയ്ക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഡോക്ടറേറ്റ് ഒന്നുമില്ല. പക്ഷെ മോശയ്ക്ക് കട്ടൻ കാപ്പി ഓടിച്ചു കൊടുക്കുവാൻ നിന്നവനോട് സ്വർഗം പറഞ്ഞു, ഭയപ്പെടേണ്ട കുഞ്ഞ്, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയോ? അവന്റെ കരം നിന്റെ മേൽ ഇറങ്ങി വന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കി നിന്നെ ഹല്ലേലൂയ ഇന്ന് രാത്രി ഒരു പാളയത്തിന്റെ ഹല്ലേലൂയ ചുമതല ഏൽപ്പിക്കുക. യോശുവയുടെ കരത്തിന്റെ മേൽ സ്വർഗത്തിന്റെ കരം ടച്ച് ചെയ്ത പോലെ ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാവതിരവ് ആണ്ടവരൻ വല്ലമൈ എന്ന നാൾക്കളിൽ വെളിപ്പെടുമ്പോൾ പട്ടണത്തെ പിടിച്ചെടുക്കുവാൻ അനേക ദൈവ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക. ചില കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി പെനിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് വാർത്തെടുക്കട്ടെ. ആടി എന്തെന്നറിയാതെ, ആഴമെന്തെന്നറിയാതെ യോശുവ അവരോട് 5 കാര്യം പറഞ്ഞു. 1, കുഞ്ഞുങ്ങളെ വചനം കേൾക്കണം. 2, ഇടിവിൽ നിൽക്കണം. 3, ഹല്ലേലൂയ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചോളാം. 4, ഒരു ദൂത് പറഞ്ഞ് യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുക. ഇന്ന് രാത്രി ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളെ ഹല്ലേലൂയ ഈരവ് കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ യോഗ പരമ്പര അവസാനിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ പാളയത്തിനകത്തിറങ്ങി അവരെ വിടുവിച്ച കരം എന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുക. മഹാദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ആടി എന്തെന്നറിയാതെ, ആഴെന്തെന്നറിയാതെ ഒരു കൂട്ടം ദൈവത്തിന്റെ ദാസന്മാർ നിയമത്തിന്റെ പെട്ടകവുമായി യാത്രയായി ഇന്ന് രാത്രി സഹോദരി ഭാരവുമായിട്ടായിരിക്കും ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത്. ചെറുപ്പക്കാര, നാളെ എന്താകുമെന്ന ഭാരത്തോടെ ആയിരിക്കും ഇന്ന് രാത്രി നീ ഗ്രൗണ്ടിനകത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ തിരുവചനമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ നാവിനകത്ത് ആരാധനയുണ്ടെങ്കിൽ, നിനക്കെതിരെ പോരാടുന്ന യോർദാന്റെ ഒഴുക്കുകളെ മാറ്റുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക. വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെ കാൽവരുടെ കൊലകളത്തെ തകർത്തുയർത്തുന്ന യേശുവിന്റെ നാമ ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങൾ മുതലാവിരവിടെ വെളിപ്പെടുമ്പോ ചില പുതിയ വഴികൾ തുറക്കുക. നിന്നെ മറുകര കടത്തിൽ നിന്ന് വാദിക്കുന്ന മണ്ഡലങ്ങളെ തകർത്ത് 9-ാം മാസം ശക്തമായ വഴികളെ തുറക്കുക. ഇന്ന് രാത്രി ഇസ്രായേലിന്റെ പാളയത്തിനകത്തിറങ്ങിയ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ മണ്ഡപത്തിൻ കടവിൽ ഒരു ലൈറ്റ് കത്തുമെങ്കിൽ അതിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന പവർ ഓഫ് ദ വേർഡ് ഓഫ് ദ ഗോഡ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. കരുണാമയൻ നിത്യന്റെ നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപാദ പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ ദിനങ്ങൾ ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവ ഇന്ന് രാത്രി ദൂതസഞ്ചിയുമായി ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ. ചതഞ്ഞ ഉടയ്ക്കാത്ത നല്ല ദൈവ, പുകയുന്ന തിരിയെ കടുത്താത്ത നല്ല ദൈവ, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക. കരുണാമയനായ ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടണമേ. വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോടെ വന്ന മക്കളുടെ പ്രയാസങ്ങൾ മാറുക. അടിപ്പിണരുടെ കരം ഈ രാത്രി മുതൽ ചലിക്കട്ടെ. ദേശത്തിന് മഴ ആവശ്യം 6 മുതൽ ഞങ്ങളുടെ മക്കൾ പാടി തുടങ്ങി 10 വീട്ടിലെത്തുന്നത് വരെ തിരുക്കരം ഈ ദേശത്തോട് നീട്ടണമേ. യോശുവയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ സൂര്യനെ ചന്ദ്രനെ അയ്യാലുകളിലും ഗിബെയാവിലും നിർത്തി അത്ഭുതങ്ങളെ ചെയ്ത മഹാദൈവത്തിന്റെ കരം ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ദിനങ്ങളായി മാറട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ ദൈവം തിരിക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഉയരരുത്, നാഥന്റെ നാമം മാത്രം ഉയരണം. ശബ്ദം, വെളിച്ചം, പ്രകൃതി, പെനിയൽ വർഷിപ്പ് സെന്റർ കുഞ്ഞുങ്ങളല്ല എന്റെ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. ആദിയോടെന്ന തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിട്. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക്. പ്രാർത്ഥന മാനിച്ചതിന് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്തർക്ക് മഹിമയായി ശക്തിയോടെ കർത്താവിന് സ്തുതി കൊടുത്താട്ടെ. ഉത്സാഹത്തോടെ ഹല്ലേലൂയ ചെന്നാട്ടെ.
ഇന്ന് രാത്രി നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറന്നാട്ടെ. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ ബൈബിളിനകത്ത്. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങളുണ്ട്. പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങളാണ് സുവിശേഷത്തിന്റെ ഏടുകൾ. 1 മത്തായിയും, 2 മർക്കോസും, 3 ലൂക്കോസും, 4 യോഹന്നാനും. ഇതിന്റെ പ്രത്യേകത, മത്തായി എന്ന സുവിശേഷം യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ പറ്റി, യേശുക്രിസ്തുവിന്റെ മശിഹാത്വത്തെ വെളിപ്പെടുത്തുന്നു. മർക്കോസിന്റെ സുവിശേഷം യേശുക്രിസ്തുവിന്റെ ദാസത്വത്തെ വെളിപ്പെടുത്തുന്നു. ലൂക്കോസിന്റെ സുവിശേഷം യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നു. ഇന്ന് രാത്രി AD 37 മത്തായി എന്ന സുവിശേഷകനിൽ കൂടി എഴുതിയത് മത്തായി സുവിശേഷം. 1278 വാക്യങ്ങൾ, 28 അധ്യായങ്ങളെ മത്തായി സുവിശേഷത്തിന്റെ പ്രത്യേകത. സുവിശേഷങ്ങളിലെ ആഗമന പ്രസക്തി നിങ്ങൾ ബൈബിൾ പഠിക്കുമ്പോൾ അതിനകത്ത് 5 ഭാഗങ്ങളാ സുവിശേഷത്തിന്റെ പ്രസക്തികൾ. 1 നാഥന്റെ ജനനം, 2 അവന്റെ ജീവിതം, 3 അവന്റെ മരണം, 4 അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്, 5 വരുവാനിരിക്കുന്ന നിത്യപ്രത്യാശ സുവിശേഷത്തിന്റെ പ്രത്യേകത. അതിനാസ്പദമായി മത്തായി സുവിശേഷത്തിൽ 5 ഭാഗങ്ങളായി 5 കഥാപാത്രങ്ങളെ വരച്ചു കാട്ടുന്നു. 1 വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു, 2 യേശുവിന്റെ അമ്മ മറിയ, 3 ഹെരോദാവ്, 4 പീലാത്തോസ്. അത് കഴിഞ്ഞിട്ട് സ്നാപക യോഹന്നാൻ. ഇവരാണ് പ്രമുഖമായി മത്തായി സുവിശേഷത്തിൽ കാണുന്നത്. അതുപോലെ 5 പട്ടണങ്ങൾ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് വരച്ചു കാട്ടുന്നു. 1 ബേത്ലഹേം, 2 ശമരിയ, 3 യഹൂദിയ, 4 ഒലിവുമല, 5 കാൽവറി മല. അധ്യായം 1 ആരംഭിക്കുമ്പോൾ പഴയ നിയമത്തിന്റെ അവസാനത്തെ 2 ചാലുകൾ. ദൈവകുഞ്ഞുങ്ങൾ മീഡിയ ഓൺലൈനിൽ പിടിക്കുന്നവരല്ല, വളരെ ശക്തിയോടെ വചനം പഠിച്ച് കർത്താവിന് വേണ്ടി നിലനിൽക്കണം. അതുകൊണ്ട് ആഴമായ സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കണം. പഴയ നിയമത്തിന്റെ അവസാന 2 പുസ്തകങ്ങളിൽ 38, 39 പുസ്തകങ്ങൾ വരുമ്പോൾ അതിനകത്ത് സക്കറിയ പ്രവചനം അവസാനിക്കുന്നത് മലാക്കിയ. മലാക്കി കഴിഞ്ഞതിന് ശേഷം 400 വർഷം ഉലകത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ BC-യും AD-യുമായിട്ട് മാറ്റപ്പെടുമ്പോൾ 400 വർഷം ഇരുണ്ട കാലഘട്ടം. അതുകൊണ്ട് മത്തായി തുടങ്ങുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വംശാവലി, അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രഭാഷം വരെ 14, ബാബേൽ പ്രഭാഷം മുതൽ യേശു ക്രിസ്തു വരെ 14, 42 വംശങ്ങളുടെ വംശാവലി യേശുവിനെ പറ്റി വർണ്ണിക്കുന്നു. 2 ഉലകത്തിന്റെ രക്ഷകൻ ഇവിടെ ജനിക്കണം. അതിനാസ്പദമായി ബേത്ലഹേമിൽ അവൻ പൂജാതനാകുന്നു. എല്ലാവരും വിശുദ്ധ ബൈബിളിനകത്ത് യേശുവിന്റെ ജനനത്തെ പറ്റി ജനനത്തിന് 550 കൊല്ലം മുമ്പ് ഒരുവൻ പ്രവചിച്ചു. അവന്റെ പേരാ മീക്ക. 5:2 നീയോ ബേത്ലഹേം എഫ്രാത്തെ സഹസ്രാബ്ദങ്ങൾ ചെറുതെങ്കിലും ഉലകത്തിനെ പുറപ്പെടുവിക്കുവാൻ നിന്നിൽ നിന്ന് എഴുന്നേറ്റ് വരും. അതുകൊണ്ട് അവൻ ഓഗസ്തിയോസ് കൈസറുടെ കൽപ്പന പ്രകാരം പലരും പറയുന്നു യേശു കാലിത്തൊഴുത്തില ജനിച്ചത്. കാലിത്തൊഴുത്തിലല്ല, ഓഗസ്തിയോസ് കൈസറുടെ കൽപ്പന പ്രകാരം പേർ ചാർത്തപ്പെടേണ്ടതിന് വേണ്ടി വെച്ച് മറിയയും യോസഫുമായി കടന്നു വരുമ്പോൾ അവർ ആ വഴിയാത്രയിൽ വെച്ച യേശുവിന് ജന്മം കൊടുക്കുന്നത്. പക്ഷെ വിദ്വാൻമാർ കാണുന്നത് കുഞ്ഞിനെ കാലിത്തൊഴുത്തിനകത്ത്. അപ്പൊ മീക്കായുടെ പ്രവചനം എത്ര നല്ലത്. മീക്ക 5:2 നീയോ ബേത്ലഹേം എഫ്രാത്തെ, ആയിരക്കണക്കിന് ഇസ്രായേലിന്റെ മണ്ണിനകത്ത് നീ ഭാഗ്യമുള്ളത്, നിന്നിൽ നിന്ന് ഉലകത്തിന്റെ രക്ഷകൻ എഴുന്നേറ്റ് വരും. ജനിക്കുന്നത് 550 കൊല്ലം മുമ്പ് നാഥൻ എവിടെ ജനിക്കണമെന്ന് ബൈബിളിനകത്ത് ഇവിടുത്തെ പുരോഹിതന്മാരും പട്ടക്കാരും രാഷ്ട്രീയക്കാരും നേതാക്കളും എവിടെ ജനിക്കണമെന്ന് ഒരു സൂക്തങ്ങളുടെ അകത്തോ ഒരു നിയമത്തിനകത്തോ എഴുതാതെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ബൈബിളിനകത്ത് ജനനത്തിന് 520 കൊല്ലം മുമ്പ് രക്ഷകൻ എവിടെ ജനിക്കണമെങ്കിൽ അതിന്റെ പേരാ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന നിസ്തുല്യമായ ജീവന്റെ വചനം. സ്വോത്ര. അതുകൊണ്ട് 2ാമത്തെ ഭാഗം യെശയ്യാ പ്രവചനം 7:14 കന്യക ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും, അതിന് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. പ്രത്യേകിച്ച് ഇവിടെ പലരും ക്രിസ്മസ് ഒക്കെ എല്ലാവരും ആഘോഷിക്കാറുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യെശയ്യാവിന്റെ പ്രവചനം പഴയ നിയമത്തിൽ പലരും വായിച്ചു. ശ്രദ്ധയോടെ ഇരിക്കണം. അന്ന് ഇസ്രായേലിൽ പല പെൺകുട്ടികളും കല്യാണം കഴിക്കാതെ നിന്നു. അവർക്ക് കാര്യം പിടികിട്ടു, ഉലകത്തിന്റെ രക്ഷകൻ കന്യകയിൽ ജനിക്കും. ആ കാലഘട്ടത്തിൽ പലരും വിവാഹം കഴിക്കാതെ ഇരുന്നു. യേശു ഞങ്ങളുടെ ഉദരത്തിലേക്ക് വരുമോ? അതുകൊണ്ട് ഗബ്രിയേൽ മാലാഖ മറിയയോട് വന്ന് പറഞ്ഞു, കൃപ ലഭിച്ച മറിയമേ നിനക്ക് വന്ദനം. കരമുയർത്തുന്നവർക്കായി ഇസ്രായേലിന്റെ മണ്ണിനകത്ത് അനവധി പെൺകുട്ടികൾ ഉണ്ടായിട്ട് അതിനകത്ത് സ്വർഗത്തിലെ ദൈവം മറിയെ തെരഞ്ഞെടുത്തുകൊണ്ട് കൃപ ലഭിച്ച മറിയമേ നിനക്ക് വന്ദനം. അത് കഴിഞ്ഞിട്ട് 4 പ്രവചനങ്ങൾ വീണ്ടും വരുന്നുണ്ട്. യെശയ്യാ പ്രവചനം 9:6 നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. അത്ഭുതമന്ത്രി, വീരനാം
കനാൻ ദൈവമൊക്കെ നമ്മൾ കണ്ടു. ഇനി വരുന്നത് നമ്മുടെ രാജാക്കന്മാരുടെ രാജാവായി നമ്മുടെ കർത്താവ് ഈ ഉലകത്തെ ഭരിക്കുവാൻ വരും. സമാധാന പ്രഭു നിത്യപിതാവ്. മത്തായി 2 വരുമ്പോൾ വളരെ കാര്യങ്ങൾ അതിനകത്ത് പ്രതിപാദിക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖ മറിയയുമായി സംസാരിക്കുമ്പോൾ ഒരു വാക്ക് ഇങ്ങനെ പറയുന്നു: അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. ഇനിയുള്ള പ്രവചനം അത് മാത്രം, ബാക്കി പ്രവചനങ്ങളല്ല. കന്തന്റെ വരവിന്റെ നിറവിൽ നിലവേറി. മത്തായി 2 ബേത്ലഹേമിൽ അവൻ ജനിക്കുന്നു. മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളരുന്നു. പള്ളിയിൽ അവൻ പോകുന്നു. 30-ാമത്തെ തിരുവയസ്സിൽ സ്നാപക യോഹന്നാനാൽ യോർദാനിലെ കലക്കവെള്ളത്തിൽ യേശു സ്നാനമേൽക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിനുശേഷം ഹേരോദാവിന്റെ കരങ്ങളാൽ സ്നാപക യോഹന്നാന്റെ തലയറത്തു മാറ്റുമ്പോൾ ഒരു മിനിസ്ട്രി ഏറ്റെടുക്കുവാൻ യേശു കടന്നു വരുന്നു. 3.5 വർഷം ആഴമേറിയ വചനം അവൻ പഠിപ്പിക്കുന്നു. കബർന്നഗൂമിലും തെക്കപ്പുലിമയിലും ശമരിയിലും യഹൂദിയയിലും ഇസ്രായേലിന്റെ പട്ടണങ്ങളിലും ഫലസ്തീന്റെ ചെരുവുകളിലും ജോർദാന്റെ മണ്ണിൽ നിന്നുകൊണ്ട് നിത്യതയുടെ സത്യസുവിശേഷത്തിൻ്റെതായ ധ്വനികൾ, ഉലകത്തിന്റെ അവസാനവും മനുഷ്യന്റെ രക്ഷയും നിത്യജീവന്റെ പ്രഭാഷങ്ങൾ. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുക. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളു. അതിനുശേഷം വീണ്ടും നല്ല നല്ല കാര്യസ്ഥന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം പട്ടണം വിട്ടുപോകുവാൻ. അതിനുശേഷം വീണ്ടും പറയുന്നു: എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യുവേ. ഇതെല്ലാം നല്ല നല്ല പ്രഭാഷങ്ങൾ കൂടി യേശു നിവർത്തിയാകുമ്പോൾ അവസാനമായ ഒരു കാര്യമുണ്ട്: അവൻ പരമയാഗമാകണം. എന്തിനു വേണ്ടി? ആട്ടിൻകുട്ടി പരമയാഗമാകണം. ബൈബിളിനകത്ത് എല്ലാ കാലത്തും ഉൽപ്പത്തി 1 പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, ഉൽപ്പത്തി 2 മനുഷ്യന്റെ സൃഷ്ടി, ഏതന്റെ പൂങ്കാവനത്തിനകത്ത് എത്യോപ്യയിൽ നിന്ന് കൊണ്ടുവന്ന ആദമും ഹവ്വായും സ്വർഗത്തിന്റെ കരത്താൽ ആദ്യത്തെ കുടുംബജീവിതം സംയോജിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അടക്കി വാഴുക, പറ്റുവരുക, സന്താനപുഷ്ടി ഉള്ളവരാകുക, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം സമം 1000 സംവത്സരം. തോട്ടത്തിന്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും ഫലമുണ്ടാരും തുടരുന്നെന്ന് പറയുമ്പോൾ ആദമിന്റെ മേൽക്കത് സാത്താൻ പരീക്ഷണങ്ങൾ കൊണ്ടുവന്നു. പൂർവാധിക ശക്തിയോടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ പരിശുദ്ധാത്മാവിന്റെ കൃപയും സ്വർഗീയ ശ്വാസം ഏറ്റെടുത്തവനത് തിന്നില്ല. സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചുകൊണ്ട് ആദമിനും അത് കൊടുത്തു. രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെട്ടു. 1-ാമത്തെ കുടുംബം ആദ്യമായി മര ഉരിയാട കൊണ്ട് അവരുടെ നഗ്നത മറയ്ക്കുവാനിടയായി തീർന്നു. ആ കുടുംബ തോട്ടത്തിന് പുറത്തെത്തി. സ്വർഗം എത്ര മഹിമയുള്ളവൻ! ഇതെല്ലാം അവന്റെ ക്യാമറയിൽ കാണുന്നു. എങ്കിലും സായം സന്ധ്യയിൽ സ്വർഗം ചോദിച്ചൊരു കാര്യമുണ്ട്: ആദമേ, നീ എവിടെ? കണ്ടു, പാപത്തിൽ വീണ് പാപാന്തകാരം മനസ്സിൽ ബാധിച്ച് രക്ഷകന്റെ വാക്ക് തിരസ്കരിച്ച് ആദം തോട്ടത്തിന് പുറത്തു പോകുമ്പോൾ കരുണാമയനായ ദൈവം അവസാനവും വിളിക്കുന്നു: ആദമേ, നീ എവിടെ? ഇന്ന് രാത്രി പാപം ചെയ്ത് ദൈവ തേജസ്സകത്ത് കാനക്കോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കരുണാമയന്റെ ശബ്ദം കേട്ട് നിങ്ങൾ മടങ്ങി വരുമെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ മാറ്റി നിത്യതയിൽ എത്തിക്കുക. ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശുവിന് കഴിയും. അവന്റെ സ്വർഗീയ ശബ്ദം ഈ ദിവസങ്ങളിൽ ഇവിടെ മുഴങ്ങട്ടെ. 2 കുഞ്ഞുങ്ങളെ ദൈവം, കായീൻ ഹാബേൽ. ആരാധനയുടെ നടുവിൽ ചേട്ടൻ അനിയനെ കൊല്ലുന്നു. ദുഷ്ടമനുഷ്യനായ കായീനോട് വീണ്ടും സ്വർഗം ചോദിക്കുന്നു: കായീനേ, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? ഹാബേൽ സ്വർഗത്തോട് കായീൻ മത്സരിക്കുന്നു: ഞാൻ അവന്റെ കാവൽക്കാരനോ? മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് തുടക്കത്തിൽ തന്നെ ദൈവം അനുദപിക്കുവാൻ തുടങ്ങി. അവന്റെ ആയുസിന്റെ നിലവാരങ്ങൾ ദൈവം മാറ്റാൻ തുടങ്ങി. 1000 മാറി, 120 മാറി, അത് കഴിഞ്ഞ് 70, 80 മാറി. സങ്കീർത്തനം 39:5 വരുമ്പോൾ എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. കുഞ്ഞായിരിക്കുമ്പോഴും മരണം, ബാല്യത്തിൽ മരണം, കൗമാരത്തിൽ മരണം, യൗവനത്തിൽ മരണമെന്ന് മനുഷ്യന്റെ മരണം ലോകത്തിൽ അഞ്ഞടിക്കുമ്പോൾ ഒരുവനെ ദൈവം ദർശിക്കുന്നു. ആദ്യമായ ഒരു ആട്ടിൻകുട്ടിയുടെ പരമയാഗ്. കൽദയ പട്ടണമായി ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിന് വിളിക്കുന്നു. 1800 കിലോമീറ്റർ യാത്രയാക്കുന്നു. വാഗ്ദത്ത കനാൻ ഉൽപ്പത്തി 12 അനുഗ്രഹങ്ങളുടെ പെരുമഴ. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി ആകാശത്തിലെ പൊടി, അതുപോലെ ആകാശത്തിലെ നക്ഷത്രം, നിലത്തിലെ പൊടി പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെയുമായിരിക്കും. 99-ാമത്തെ വയസ്സിൽ ഒരു സന്തതിയെ കിട്ടി ഇസഹാക്ക്. ഇസഹാക്ക് വളർന്ന് വീട്ടിനകത്ത് കാര്യം ചെയ്ത് അപ്പനോട് ചേർന്ന് വാഗ്ദത്ത കനാനകത്ത് നിൽക്കുമ്പോൾ അടുത്ത കൽപ്പന വരുന്ന ഈ കുഞ്ഞിനെ ഹോമയാഗത്തിനകത്ത് കൊണ്ടുപോകുവാൻ അബ്രഹാമിന് ഒരു പേടി. വാർദ്ധക്യകാലത്തിൽ കിട്ടിയ സന്തതിയെ എങ്ങനെ യാഗപീഠത്തെ കൊണ്ടുപോയി കണ്ണം കണ്ണമായി നുറുക്കി
കുഞ്ഞിനെ ചാമ്പലാക്കാൻ കഴിയോ? അബ്രഹാം കുഞ്ഞിന്റെ കയ്യിൽ ഒരു കാര്യം കൊടുത്തു. ഈ സാധാരണ യാഗത്തിന് പോകുമ്പോൾ ആടിന്റെ കയറ് കൊടുക്കുക. ഇന്ന് കൊടുത്തത് വിറകും തീയും കെട്ടുമെല്ലാം കൊടുത്തു. കുഞ്ഞ് ചോദിച്ച പപ്പ എന്നും കൊണ്ടുവരുന്ന കുഞ്ഞാടന്തിയെ, കോലാടന്തിയെ, ചെമ്മരിയാടന്തിയെ. അപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് പോകാം, യഹോവ കരുതിക്കൊള്ളു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാമിനറിയാം 99-ാമത്തെ വയസ്സിൽ തന്റെ ശരീരത്തിനകത്തുകൂടെ ദൈവകരം ഇറങ്ങി വന്ന് സാറയുടെ ഉദരത്തെ ചലിപ്പിച്ച എൽ ഷദായിയായ ദൈവം എന്റെ കൂടെയുണ്ടെങ്കിൽ മോറിയായുടെ ദേശത്ത് വച്ച് എന്റെ കുഞ്ഞിനെ ഞാൻ തകർത്താൽ കത്തുന്ന തീയുടെ ഒടുവിൽ കിട്ടുന്ന ചാമ്പലിനകത്ത് അനവധി ഇസഹാക്കുമാരെ വാർത്തു തരുവാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് ശ്രദ്ധയിൽ വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സാധാരണ ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവ കരുതിക്കൊള്ളു. 3 ദിവസത്തെ വഴിദൂരമായി കുഞ്ഞുമായി യാത്രയായി മോറിയ ദേശത്തുള്ള മലയിൽ ചെന്നു. തന്റെ കുഞ്ഞിന്റെ കൈകാലുകൾ കെട്ടി ഓടാതിരിക്കുക, വിറകും കൂട്ടത്തെ കൂട്ടിയടുക്കി. അതിനുശേഷം അവസാനം അബ്രഹാമിന് പിടികിട്ടി, ഞാൻ ഇറങ്ങി തിരിച്ചത് ഇറാഖിൽ നിന്ന് സ്വർഗീയ ശബ്ദം കേട്ടു. എന്നാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് മുട്ടുകളെ അടക്കാം, കണ്ണുകളെ അടക്കാം. തന്റെ പ്രിയ മകൻ വേവലാതിയോട് കയറുകളിലെ കുരുക്കുകളിലെ കെട്ടിനകത്ത് കിടക്കുമ്പോൾ ഹല്ലേലൂയ രക്തത്തിന്റെ ഓഹരിയായ അബ്രഹാം മുട്ടുമടക്കി നിലവിളിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി നിന്റെ വഴിയല്ല ദൈവത്തിൻ വഴി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു വഴി നിനക്കെതിരെ പ്രതികൂലം വരുമ്പോൾ മറുവഴിയായി സ്വർഗത്തിന്റെ കമാൻഡ്മെന്റ് നിന്റെ കർണപുടത്തിൽ കേൾക്കുക. ഇസഹാക്കിന്റെ യാഗപീഠത്തിനകത്ത് ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അവസാന നിമിഷവും നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് something is happened in this moment, the precious moment, the mighty presence of Holy Spirit surrounded in this area. The church of Peniel worship center യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഭാരപ്പെട്ട് നീ ഇതിനകത്തിരിക്കുന്നെങ്കിൽ ലാസ്റ്റ് മൊമെന്റിലും നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കരം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി അബ്രഹാമിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ അവസാനം ഒരു സ്വർഗ ശബ്ദം കേട്ടു. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവ പൈതൽ പറയണം, ഞായറാഴ്ച ഞാൻ ഈ ഗ്രൗണ്ട് വിട്ടുപോകുന്നതിന് മുമ്പ് എന്റെ പ്രാർത്ഥനയുടെ മറുപടി വചനത്തിൽ കൂടി എന്റെ കണ്ണുപുടത്തിനകത്തും എന്റെ വീട്ടിനകത്തും എത്തിക്കുക. മോറിയായിൽ ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി പരാജയമുള്ള ദൈവമല്ല, നിന്നെ വഴി നടത്തുന്ന ദൈവം. അബ്രഹാമിനോട് സ്വർഗം പറഞ്ഞു, മറുപടിയായി ഒരു ആട്ടുംകുട്ടി കയറി വരുന്നുണ്ട്. സ്വത്രം അതിനെ ഹല്ലേലൂയ കുരുക്കിയിട്ടിട്ടുണ്ട്. ബാലകന്റെ മേൽ കൈവക്കരുത്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഒരു വഴി നിനക്കെതിരെ പ്രതികൂലം ആഞ്ഞടിക്കുക, ഒരു വഴി ക്യാൻസർ നിനക്കെതിരെ ആഞ്ഞടിക്കുക. സ്റ്റേജുകൾ പലതും മാറിക്കഴിയുക, ബൈപ്പാസിന്റെ സ്റ്റണ്ടുകൾ മാറും, ബേസ് മേക്കർ വർക്ക് ചെയ്യത്തില്ലെന്ന് പറയൂ. ഒരുപക്ഷെ കുടച്ചിൽ വരാൻ നാട്ടുകാർ പറയുന്ന ആസ്തമിക്കുക. ഇന്ന് രാത്രി ലോകം അത് പറയുമ്പോൾ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, വഴിയായി എനിക്കൊരു വിടുതൽ വരുന്നുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി കരം ഉയർത്തുവാൻ കഴിയുക? നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. നീ കണ്ട വഴിയല്ല കുഞ്ഞെ ദൈവത്തിന്റെ വഴി. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ இந்த முதலாவது இரவு இங்க உட்கார் அருமையான தேவன் வசனத்தை சொல்லுகிறது. ഏത് പാപമുണ്ടെങ്കിലും அதுக்கு പരിഹാരമായി മറുപടിയായി ആട്ടിൻകുട്ടിയെ അയച്ചു തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി ഹല്ലേലൂയ ഇസഹാക്കിന് പകരമായി ഒരു ആട്ടിൻകുട്ടിയെ ഇറക്കുവാനിടയായി. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണ, ആദ്യത്തെ ബാലകന് പകരമായ ഒരു ആട്ടിൻകുട്ടി. 2, ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ പാളയത്തിനകത്ത് കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാർ, അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കണ്ടു. പെസഹായിൽ ആയിരക്കണക്കിന് ആടുകളെ ഇറത്തു. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, ആട്ടിൻകുട്ടിയും രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും കണ്ടു. അത് കണ്ടിട്ട് മോശയാൽ ഇസ്രായേൽ ജന വാഗ്ദത്ത ദേശത്തിലേക്ക് ചെങ്കടൽ കടന്നു. 2 ആട്ടിൻകുട്ടിയുടെ യാഗം, ഒരു പുറപ്പാടിന് വേണ്ടി. 3, ഇസ്രായേലിന്റെ ആദ്യത്തെ ആലയം ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പണിതു. 1,82,000 പരം ആടുകളെ അറുത്തു. ആടിന്റെ രക്തമൊഴുകി കൂറ് നോക്കാതെ പുരോഹിതന്മാർ നിലവിളിച്ചു, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. എന്താ സംഭവിച്ചത്? ദൈവ സാന്നിധ്യം ഇറങ്ങി. ഒരിക്കൽ കൂടി ദൈവ കുഞ്ഞുങ്ങൾ നല്ല പഠനത്തോട് ഇവിടെ ഇരിക്കണം. ഇസഹാക്കിന് പകരമായ ഒരു ആട്ടിൻകുട്ടി ഒരു കുടുംബത്തിന് വേണ്ടി. 2, ഇസ്രായേലിന്റെ പാളയത്തിൽ ആയിരങ്ങളുടെ വിടുതലിന് വേണ്ടി ആട്ടിൻകുട്ടി. 3, ദൈവാലയത്തിനകത്ത് ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന്
ആയിരക്കണക്കിന് ആടുകളെ അറുത്തു. പാപം ചെയ്ത പാളയത്തിനകത്ത് തേജസ്സും ദൈവകൃപയും നഷ്ടപ്പെട്ട മക്കൾ എന്ത് ചെയ്ത്? കൊലയും കൊലപാതകവും ടൈഫോയിഡും കുഷ്ഠവും ആഭിചാരവും ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവർ ഏത് പാപം ചെയ്താലും അതിന് പകരമായി വഴിയരികിൽ കിട്ടുന്ന കൂട്ടിനകത്ത് കിടക്കുന്ന ആടിനെയും കുറുപ്രാവിന് പച്ചയ്ക്ക് തലവെട്ടി ഞെക്കി രക്തമൊഴുക്കുന്നു. മിണ്ടാപ്രാണികളുടെ രക്തം പടപടാ യാഗപീഠത്തിൽ വീഴുന്നപ്പോൾ സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി, അയ്യോ അയ്യോ, ഈ ഊനമൃഗങ്ങളുടെ രക്തം വീഴണ്ട, സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ആർ പോകോ? പിതാവിന്റെ വലതുഭാഗത്ത് അവനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പോകാം. അവനെയാ ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ പെനിയൽ ക്രൂസൈഡിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അതുകൊണ്ട് യോഹന്നാനിൽ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് യേശു ക്രിസ്തു പെന്തിക്കോസിന്റെ ദൈവമല്ല, യേശു ക്രിസ്തു മർത്തോമയുടെ ദൈവമല്ല, യേശു ക്രിസ്തു CSIയുടെ ദൈവമല്ല. സകല പാപത്തിൻ പരിഹാരത്തിനും വേണ്ടി കാൽവറിയിൽ പരമയാഗമായ ഏക സത്യ ദൈവത്തെയാ ഈ 2024 പെനിയൽ കൺവെൻഷൻ ഞങ്ങൾ ഉയർത്തുന്നത്. അതിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. ആ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്നാനമേറ്റു 33.5 തിരുവയസ്സായപ്പോൾ അവന്റെ കാൽവറിയിലെ ക്രൂശീകരണത്തിന്റെ നടപടിയായി. അതായത് 21 വരുമ്പോൾ അവൻ ഒലിവുമലയുടെ താഴ്വാരം എത്തുന്നു. ശിഷ്യന്മാർ ഹല്ലേലൂയ കൂടെയുണ്ട്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതിയും അതിന്റെ കൂട്ടിയെയും അഴിച്ചു കൊണ്ടുവരണം. യഹൂദനോടുള്ള ബന്ധത്തിൽ അനവധി പെരുന്നാളുകൾ, ഓശാന പെരുന്നാൾ, പെസഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ, ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ, പാപപരിഹാര പെരുന്നാൾ, പെന്തിക്കോസ് പെരുന്നാൾ, ഇങ്ങനെ അനവധി പെരുന്നാൾ. ഓശാന പെരുന്നാളിൽ യേശു ശിഷ്യന്മാരോട് ചൊല്ലുന്നു, എവിടത്തേക്ക് വരുന്നു? ഇസ്രായേലിന്റെ ആലയത്തിലേക്ക്. മത്തായി 24 ഒലിവുമലയുടെ താഴ്വാരം എത്തുമ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ച് എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതിയും അതിന്റെ കുട്ടിയെയും അഴിച്ചു കൊണ്ടുവരണം. ഇതൊരു പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. ദൈവകുഞ്ഞുങ്ങൾ ബൈബിൾ കൂടെ വെക്കണം. എല്ലാ വാക്യവും വായിക്കത്തില്ല. യേശു ജനിക്കുന്നതിന് 2550 കൊല്ലം അല്ലെങ്കിൽ 550 കൊല്ലത്തിന് പിറകിൽ സക്കറിയ എഴുതി വെച്ചു. സക്കറിയ പ്രവചനം 9:9 സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരൂശലേം പുത്രിയെ നീ ആർപ്പിടുക. സിയോനിന്റെ രാജാവ് ജയശാലിയായി പെൺകഴുതിയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ട് അവൻ വരും. ഇന്ന് രാത്രി ഇതാ നമ്മുടെ പ്രഭാഷണത്തിന്റെ മൂലഭാഗം. അതിനുശേഷം വെളിപ്പാടിലേക്ക്. കാട്ടിനകത്ത് ഒരു കഴുതയും കുഞ്ഞും കിടക്കുക. എന്താ അതിന്റെ പ്രത്യേകത? ഒന്നേ, കാനക്കൂടുകാരെ ഭാഷ പറഞ്ഞാൽ ഭർത്താവ് മരിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഡൈവോഴ്സ് ആയിരിക്കും. 2 കാര്യം കഴിഞ്ഞു. 3, വേരിനകത്ത് കഴുത്ത് കുരുക്കി വെച്ചിരിക്കുക, ഇറങ്ങത്തില്ലെന്ന് ലോകം വിധി എഴുതി. 4, വഴികളും വാതിലുകളും അടഞ്ഞു. 5, കഴുതയും കുഞ്ഞും വിചാരിച്ചു ലാസ്റ്റ് മൊമെന്റ്, ഒന്ന് ആത്മഹത്യ അല്ലെ മരണം ഇവിടെ നടക്കും. ഇന്ന് രാത്രി പറയണ, വഴികളും വാതിലുകളും അടയുമ്പോൾ ഇന്ന് രാത്രി നിന്റെ കണ്ണുനീര് വനാന്തരത്തിനകത്ത് ഇറങ്ങുന്നു. കഴുതേ, നീ അറിയാത്ത വഴികളെ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി പറയണം, നിന്റെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ആരിന്ന് രാത്രി കരമുയർത്തും? അധിക നാൾ വനാന്തരത്തിനകത്ത് കടക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? 5 പ്രതികൂലങ്ങൾ കഴുതയുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ 5 അനുകൂല മറുപടിയുമായി ദൈവത്തിന്റെ ദാസന്മാർ വന്നു. 1, കഴുതയുടെ കുരുക്കടിച്ചു. 2, രക്ഷയുടെ വസ്ത്രം വിതറി. 3, വരാത്ത സ്ഥാനത്ത് നിന്ന് പട്ടണത്തിനകത്ത് കൊണ്ടുവന്നു. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി ആത്മാവിൽ ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. നാളുകളായി നിന്നെ കുടുംബത്തിനകത്ത് പുറത്തു കൊണ്ടുവരാതെ ഇന്ന് രാത്രി ബന്ധനത്തിലാക്കിയിട്ട് നിന്റെ മരണം കാണുവാൻ ചിലർ കാത്തിരിക്കുന്നുവെങ്കിൽ 2024 കൺവെൻഷനിൽ പറയണം, ഇന്ന് രാത്രി മതിലുകളെ ഭേദിച്ചുകൊണ്ട് എന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. കഴുതയുടെയും കൂട്ടിയുടെയും കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കര ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരാം. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി നീ പരാജയത്തോടെ ഗ്രൗണ്ടിനകത്തുനിന്ന് പോകരുത്. പുറത്തൊരു മഴ പെയ്യുമ്പോൾ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ മഴ ഇവിടെ പെയ്യട്ടെ. പുറത്തൊരു വിടുതൽ നടക്കുമ്പോൾ ഇന്ന് രാത്രി അത്ഭുത രോഗശാന്തിയുടെ കരം ഇവിടെ വെളിപ്പെടട്ടെ. നിന്റെ കുടുംബത്തിനെതിരെ പോരാടിക്കൊണ്ട് നിനക്കെതിരെ പിശാച് കെട്ടിവെച്ച മന്ത്രവാദ ചരടുകൾ, ആ വിചാരക്കാരൻ നിന്റെ കുടുംബത്തിനെതിരെ പോരാടിക്കൊണ്ട് നിന്റെ ബൗണ്ടറി കടത്തത്തില്ലെന്ന് പിശാച് വെച്ച മന്ത്രവാദ കെട്ടുകൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഈ രാത്രി വിടുതലിന്റെ രാത്രി, ഈ രാത്രി സൗഖ്യത്തിന്റെ രാത്രി, ഈ രാത്രി നിന്റെ കെട്ടുകൾ പൊട്ടുന്ന രാത്രി. ആരൊക്കെ നിനക്കെതിരെ ബന്ധനം എഴുതിയാലോ, ആരൊക്കെ നിനക്കെതിരെ പോരാട്ടം എഴുതിയാലോ, ഒരു സൈന്യം നിനക്കെതിരെ പാളയം ഇറങ്ങിയാലോ, ഇന്ന് രാത്രി കര
കരമുയർത്തി പറയണം, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. അധിക കാലം ഞാൻ ഇരുട്ടിനകത്ത് കിടക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ലെബനോനിലെ ദേവദാരുക്കളുടെ നടുവിൽ ശലോമോന്റെ പല്ലക്ക് ചുമക്കുന്ന വീരന്മാർ ദൈവത്തെ ആരാധിച്ചപ്പോൾ ലെബനോനിനകത്ത് കാടുകളിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ നീ ആരാധിക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ നിന്നെ തകർക്കുവാൻ വെച്ച പദ്ധതികളെ തകർത്തുകൊണ്ട് വീരന്മാരായുള്ളവരെ ഇന്ന് രാത്രി യഹോവയ്ക്ക് അർപ്പിട്ടാൽ നിനക്ക് മറുപടി തരുവാൻ യേശുവിന്റെ നാമത്തിൽ இந்த കൺമക്ഷൻ കൂട്ടങ്ങളെ മുതലാവത് ഇരവ് അനവധി പിള്ളേകൾക്ക് മേൽ ആണ്ടവരിൻ വല്ലമായി ഇന്ന് രാത്രി ഇറങ്ങി വരട്ടെ. ഹബക്കൂക്ക് പറയുന്ന പോലെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, എന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ദൂതേറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തി കരമുയർത്തുന്നവർക്കായി അധിക നാൾ ഇന്ന് രാത്രി കാട്ടിനകത്ത് കിടക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അധിക നാളിന് ചങ്ങലക്കകത്ത് കിടക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ആത്മാവിൽ ചലിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി അന്ധകാരത്തിൽ വിളിച്ചിറക്കിയവന്റെ കാര് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ അത്ഭുത പ്രകാശത്തിലേക്ക് നിന്നെ നടത്തിക്കൊണ്ടുപോയി അനേകം പേരോട് സത്യ സുവിശേഷം പറയുക. പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന ദിനമായി മാറട്ടെ. ശിശുക്കളുടെ മുല കുടിക്കുന്നവരുടെ വായിൽ ഇന്ന് രാത്രി ഞാൻ ഒരു അമിത ബലം വെച്ചിട്ടുണ്ട്. കൺമക്ഷൻ കൂട്ടങ്ങളുടെ ആദ്യ രാത്രി ആര് ദൂതേറ്റെടുക്കും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ആത്മാവിൽ ചലിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് പിൻപിലുള്ളത് മറന്ന് ഇന്ന് രാത്രി മുൻപിലുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഇന്ന് രാത്രി എന്നെ നയിക്കുക. എന്റെ പിൻപിൽ ഒരു കരം ഇറങ്ങി വന്നിട്ടുണ്ട്, അഭിഷേകത്തിന്റെ ശക്തി. ഇന്ന് രാത്രി ആ കരം ഉയർത്തിയാൽ നിനക്കെതിരെ പോരാടുന്ന അടിമനുകരങ്ങളെ തകർക്കുക. ഇന്ന് രാത്രി ആ ശക്തി നിന്റെ മേൽ വെളിപ്പെട്ട നിന്റെ ശരീരത്തിനകത്ത് മൂടുന്ന ക്യാൻസറുകളെ മാറ്റുക. ആ ശക്തി ഇന്ന് രാത്രി നിന്റെ മേൽ വെളിപ്പെട്ട അന്യായ കട്ടികളെ അഴിച്ചു മാറ്റുക. ഇന്ന് രാത്രി കഴുതയുടെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കര ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയാ, സൈന്യത്താലല്ല ശാരീരിയാലല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ കര ഇന്ന് കൺമക്ഷൻ കൂട്ടങ്ങളെ പ്രഥമ രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് ഓൺലൈനിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നാലാമത്തെ സംഭവമായി സ്വത്രം പട്ടണം മുഴുവൻ കഴുതയുടെ മരണം കാണുവാൻ കാത്തുനിന്ന്, എന്നാൽ അതിൻ്റെ നടുവിൽ നാഥൻ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്തു. ഇന്ന് രാത്രി പറ, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, എൻ്റെ മരണം കാണാൻ ബന്ധുക്കൾ കാത്തിരിക്കുക, അതിൻ്റെ നടുവിൽ എന്നെ പൊന്നുപോലെ മാനിക്കുന്ന ദൈവം. പട്ടണത്തെ ഇളക്കുന്ന ഇവനാർ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഓശാന ഓശാന. ആ കഴുത എവിടെയാ ചെന്നതെന്ന് യെരൂശലേം ദൈവാലയത്തിനകത്ത് 5 പ്രതികൂലം കഴുതയുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ സർവശക്തൻ നിന്റെ കണ്ണുനീര് കണ്ട് 5 മറുപടി നിനക്ക് വേണ്ടി തരും. ദൂതേറ്റെടുക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. മമ്മ ഭാരപ്പെടേണ്ട, യഹോവ ന്റെ ഇടയനാകുന്നു. ചെറുപ്പക്കാരാ, ഇന്ന് രാത്രി കരമുയർത്തി പറ, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. സ്വത്രം എന്നും ഞാൻ പട്ടിണിയിൽ കടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ കൂടി അവൻ എന്നെ കരം പിടിച്ച് നടത്ത്. ഇന്ന് രാത്രി കരീത്തിന്റെ തോട് പറ്റിയാൽ ഇന്ന് രാത്രി കാനക്കോട് സ്വസ്ഥതയുള്ള വെള്ളം നിന്റെ കരങ്ങളിൽ തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വീട്ടുകാരും നാട്ടുകാരും നിന്നെ കൈവിട്ടാൽ അവന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ഇന്ന് രാത്രി ദാവീദിനോട് ചേർന്നുകൊണ്ട് ആർക്ക് ദൈവത്തെ സംഗീതത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി നീ പരാജയത്തോടെ ഗ്രൗണ്ടിനകത്തുനിന്ന് പോകരുത്. വചനത്തിന്റെ ധ്വനി ഏറ്റെടുത്ത് പോകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. യെരൂശലേം ദൈവാലയത്തിനകത്ത് കഴുതയെ കൊണ്ടുവന്ന് അവിടെ ഒരു കഴുതയെ കൊണ്ടുവന്നാൽ കഴുത്ത് ഞെരിച്ചു മലഞ്ചെരുവിലേക്ക് താഴെ എറിയും. പക്ഷേ ഈ കഴുത ആരും തൊട്ടില്ല. ഇത് നാഥൻ യാത്ര ചെയ്ത കഴുത. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം, എസ്കറ്റോളജി, യേശുക്രിസ്തുവിന്റെ 3 പ്രഭാഷണങ്ങൾ. ഉണർവ് നമുക്ക് കൂടെ നിൽക്കുമ്പോൾ തന്നെ വചനം നല്ലതുപോലെ പഠിക്കണം. യേശുക്രിസ്തുവിന്റെ 3 പ്രഭാഷണം ബൈബിളിനകത്ത് മേജർ, അനവധി പ്രഭാഷണം. അതിലൊന്നേ ഗിരിപ്രഭാഷണം, മത്തായി 7-8 നാഥന്റെ ഗിരിപ്രഭാഷണം. അത് കഴിഞ്ഞ് യോഹന്നാൻ 14 ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പുള്ള പ്രഭാഷണം. അത് കഴിഞ്ഞ് മാളികമുറി പ്രഭാഷണം എന്നതിനെ ദൈവദാസന്മാർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം. ഇന്ന് രാത്രി കുഞ്ഞ് വായിച്ചത് എസ്കറ്റോളജി അഥവാ വരുംകാല സംഭവം, ഒലിവുമല പ്രഭാഷണം. ഈ യോഗമെല്ലാം കഴിഞ്ഞു. ഇസ്രായേലിന്റെ ആലയത്തിന് പണി കാണിച്ചു. നാഥൻ പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ചെടിപ്പാതെ ഇടിഞ്ഞു പോകും. അതുകൊണ്ടാ ഇന്നത്തെ ഇസ്രായേൽ ഹമാസ് അത് യഹിയാസിൻവർ വരെ എത്തിക്കഴിഞ്ഞു. അത് പ്രസംഗിക്കണമെങ്കിൽ 4 ദിവസം വേണം. അതുകൊണ്ട് ആ ഭാഗം ഹമാസിന്റെ ഞാൻ തൊടാതെ പോയത്. അല്ലെങ്കിൽ യഹിയാസിൻവർ വഴി പോയിട്ട് ഇതെവിടെ എത്തുമെന്ന് ഇന്ന് രാത്രി കേൾക്കാം. ഇത് കല്ലിന്മേൽ കല്ല് ചെടിപ്പാതെ ഇടിഞ്ഞു പോകാൻ സൂക്ഷിക്കുക. യേശു ഒലിവുമലയിൽ തനിച്ചിരിക്കുന്നു. സായന്ത്രന്തിയിൽ ശിഷ്യന്മാർ അവിടെ ചെന്നു, യേശുവേ ഒത്തിരി പ്രഭാഷണം കേട്ടു. തെക്കപ്പൊലിമയിലും കബർന്നകോമിലും ശമരിയിലും യഹൂദിയയിലോ അതുപോലെ തബരിയാസ് കടൽക്കരയിലും ഗലീലയിൽ മീൻ പിടിക്കുമ്പോഴുമൊക്കെയോ ഞങ്ങൾ നല്ല നല്ല ചെയ്തികളെ ഉങ്ങൾ താൻ കേട്ടിരിക്കുന്നത്. പക്ഷേ
அதுக்கு முடிவான இந்த பகலிலே சபை உண்மையான ஆராதனை மத்திய அங்க പറഞ്ഞൊരു കാര്യമുണ്ട്. നീ പോയിട്ട് മടങ്ങി വരും. കൽവാറി സിൽവയിലെ ക്രൂശീകരണം, അപ്പോൾ ഉലകത്തിന്റെ മുടിവ്, ഈ ലോകം അവസാനിക്കും. അടയാളം യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. നമ്മുടെ ബൈബിളിന്റെ പഠിതം ഇന്ന് രാത്രി മുൻപോട്ട് പോകാം. സമയത്തിന്റെ ലഭ്യത മൂലം കാര്യങ്ങൾ കൃത്യം നമ്മുടെ ചങ്കിനകത്ത് കയറണം. മത്തായി 24, 32, 33, 34 മോൻ വായിച്ചു തരണം. യേശുവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ വായിച്ച് സഹായിക്കാം. മത്തായി 24, 32, 33, 34 വാക്യങ്ങൾ കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിക്കും. അതാ ഇന്നത്തെ ഇസ്രായേൽ, അത്തിയാകുന്ന ഇസ്രായേൽ തളർത്തു കഴിഞ്ഞു. അങ്ങനെ വായിച്ചിട്ട് അതിന്റെ കൊമ്പ് ഇളതായി, അതിന്റെ കൊമ്പിളതായി, ലോകം മുഴുവൻ അവൻ പടർന്നു കഴിഞ്ഞു. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതാ മക്കളെ ഇന്നത്തെ പത്രവാർത്ത. 4 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ഇത് തന്നെ നമ്മൾ പോയനെ. 1 ഇസ്രായേൽ ഹമാസ്, 2 ഇസ്രായേൽ ലെബനോൻ, 3 ഇസ്രായേൽ സിറിയ, 4 ഇസ്രായേൽ യമൻ, 5 ഇസ്രായേൽ തുർക്കി, 6 ഇസ്രായേൽ ഇറാൻ, 7 ഇസ്രായേൽ അഫ്ഗാനിസ്ഥാൻ. ഇതൊരു വലിയ പ്രഭാഷണമാണ്. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാനുള്ളത് തന്നെ. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭം. അത്തി തളർത്തു, കൊമ്പിളതായി, വേനലെടുത്തു. പ്രവചനം എത്ര ക്ലിയർ. അടുത്ത വാക്യം. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ വായിക്കാം മക്കളെ. അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഒരു ചേട്ടൻ പുറകിൽ പറയുന്നു, ഇനി ഞാൻ ഏരുടെ രക്ഷയുള്ളൂ. അത് കഴിഞ്ഞിട്ട് വാക്ക് വായിച്ചട്ടെ. ആകാശവും ഭൂമിയും ഇതൊക്കെയും സംഭവിക്കുവോളാം. ഇതൊക്കെയും കാണക്കൂടെ കാണും. നിങ്ങളുടെ പത്രം, മീഡിയ, ഏഷ്യാനെറ്റ് ചാനൽ എല്ലാം കാണും. ഇതൊക്കെയും നിങ്ങൾ കാണുമ്പോൾ ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല. ഈ തലമുറ 90% ആൾക്കാരും ഇവിടുന്ന് മരണം വഴി ചവിപ്പട്ടി കയറത്തില്ല. അതിനു മുൻപ് എന്റെ നാഥൻ മധ്യാകാശത്തിൽ വരും. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകയില്ല. പ്രസംഗകരും പ്രഭാഷകരും സുവിശേഷകരും എല്ലാം പടപട നാട്ടുമാങ്ങ വീഴുന്ന പോലെ വീഴും. എന്നാൽ നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്ന ബൈബിളിന്റെ പ്രവചനത്തിന് യാതൊരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ല. അടുത്ത വാക്ക്. ആ നാളും നാഴികയെ സംബന്ധിച്ച് കുഞ്ഞു വായിച്ച് സഹായിച്ചട്ടെ. ആ നാളും നാഴികയും സംബന്ധിച്ചു എന്റെ പിതാവ് മാത്രമല്ലാതെ. അയ്യോ, ഇവിടുത്തെ ഒരു പ്രാസംഗികർക്കും അറിയത്തില്ല. അടുത്ത കാട്ടാക്കട പെരിയ ക്രൂസൈഡ് വരാൻ പോകുന്നു. എവിടുന്നൊക്കെയോ വലിയ വലിയ താരങ്ങൾ വരാൻ പോകുന്നു. അവർ പറയും അടുത്ത ആഴ്ച കർത്താവ് വരും, 2025 കർത്താവ് വരും. അങ്ങനെ പറയുന്നു. ആരെ സ്റ്റേജിനകത്ത് കേട്ടത്? ആ നാളും നാഴികയെ സംബന്ധിച്ച് സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. വരുന്ന യേശു അറിയത്തില്ല, കൂടെ വരുന്ന ദൂതന്മാരും അറിയത്തില്ല. അന്നേരം മുണ്ടക്കായ തവറാച്ച നിന്ന് കാട്ടാക്കട കല്ലൂരി മൈതാനത്ത് എന്ന് പറഞ്ഞു, യേശു 2025 വരെ റബ്ബറെല്ലാം വിറ്റേക്കാം. സ്വോത്രം. അങ്ങനെ ആര് റബ്ബറും വെക്കരുത്. ബാങ്കിൽ കിടക്കുന്ന പൈസ അടിച്ചുകൊണ്ട് പോകും. സ്വോത്രം. ഇത് പറയുന്ന കള്ളന്മാർ അനവധി പേരും. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാനല്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കും അറിയത്തില്ല. പ്രഭാഷണത്തിന്റെ ഒരു ഭാഗത്തിലേക്ക് കർത്താവിന്റെ വരവിന്റെ 4 ചാലുകൾ. 1 ഇസ്രായേലാകുന്ന അത്തി, 2 അവനടുക്ക വാതിൽക്കൽ, 3 പ്രപഞ്ചത്തിന്റെ ലക്ഷണം, 4 ഏകലോക മതം ഇവിടെ വരും. കർത്താവിന്റെ വരവിന്റെ ചാലുകൾ ഒരിക്കൽ കൂടി. അത്തിയാകുന്ന ഇസ്രായേൽ, 2 ഏകലോക ഭരണം, 3 പ്രപഞ്ചത്തിലെ ലക്ഷണങ്ങൾ. എല്ലോയും മാങ്കോയും പൈനാപ്പിളും എല്ലാം വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ന്യൂ വേൾഡ് ഓർഡറിന് വേണ്ടി, ഒരു ഭരണത്തിന് വേണ്ടി ഒരു മതം ഇവിടെ എഴുന്നേറ്റ് വരും. വിശുദ്ധ ബൈബിളിലേക്ക് ഇനി വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. എങ്ങനെ ഒരു ഭരണം ലോകത്തിൽ വരും? വിശുദ്ധ ബൈബിളിലേക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് പ്രത്യേകമായിട്ടൊരു കാര്യമുണ്ട്. ബൈബിളിനകത്ത് 10 യുഗങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ 10 dispensations illuminated our ബൈബിൾ. ബൈബിളിനകത്ത് 10 യുഗങ്ങൾ. 1 ദൂതന്മാരുടെ യുഗം. ദൂതന്മാർ സ്വർഗത്തോട് മത്സരിച്ച് അരുണോദയപുത്രനായ ശുക്ര നീ വെട്ടേറ്റ് വീണതെങ്ങനെ. അതുകൊണ്ട് ചർച്ചക്കുള്ള ആരാധനയ്ക്ക് പാടല് കൊടുക്കത്. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. അത് കഴിഞ്ഞ് 2 നിൽക്കൽ മക്ഷയുഗം. ആദമ്യ കുടുംബം തോട്ടത്തിൽ നിന്ന് ഫലം തിന്നു. പുറത്ത് 3 മനസാക്ഷി യുഗം. കായീൻ ഹാബേലിനെ തട്ടിക്കളഞ്ഞു. 4 ന്യായപ്രമാണ യുഗം. പാപം ചെയ്ത ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി സീനായുടെ മടിത്തട്ടിൽ മോശയെ കൊണ്ടുപോയി 750 പ്രമാണം, 10 കൽപ്പന. ന്യായപ്രമാണ യുഗത്തിന്റെ അവസാന സന്തതിയായി സ്നാപക യോഹന്നാൻ. ആ ന്യായപ്രമാണ യുഗം അവസാനിക്കുമ്പോൾ സങ്കലന യുഗം. യോഹന്നാന്റെ മിനിസ്ട്രി തുടങ്ങി. അതുകൊണ്ട് യെശയ്യാ 39 ബൈബിളിനകത്ത് 66 പുസ്തകം. യെശയ്യാ പ്രവചനം മിനി ബൈബിൾ 40, 39 നിഴലും 40. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, സർപ്പസന്തതി
സർപ്പസന്തതികളെ വരുവാനുള്ള കോപദിവസത്തിൽ വിട്ടൊഴിഞ്ഞ് യഹോവയ്ക്ക് ദുർഘടപാതകൾ നിരപ്പാക്കി യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. എന്തിനു വിളിയാ വിളിച്ച്? സർപ്പസന്തതികള്. ഇന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങളെ മക്കളെ അരിമയാന പിള്ളകളെ ദേവ മക്കളെ എന്ന് വിളിച്ചിട്ട് ഒരെണ്ണം വരുന്നില്ല. സ്വോത്രം. യോഹന്നാൻ ഒറ്റ പ്രസംഗം കാട്ടാക്കട പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ മൈക്കുകാരനും കാണത്തില്ല. സകലതും വിടും. സ്വോത്രം. എത്ര നല്ല പ്രസംഗം. സർപ്പസന്തതികള്. അവന്റെ തല താലത്തിലറുത്തു. സങ്കൽയുഗത്തിന്റെ അവസാന കണ്ണിയായി മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നാഥൻ ഭൂതലത്തിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവൻ കാൽവറിയിൽ പരമയാഗമായി തിരുവെഴുത്ത് പ്രകാരം അവൻ അടക്കപ്പെട്ടു. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് പാർത്തു. 40-ാം ദിവസം ഒലിവുമലയിൽ കടന്നുപോയപ്പോൾ ഒരു മേഘം താഴേക്ക് വന്നു. മേഘത്തട്ടുകളിൽ ഉസ്നേച്ഛലാകിയ പരമേശ്വർ കാ മഹിമാമേ ഹി സ്ലോലി വാക്കിംഗ് ടു ദ ക്ലൗഡ്സ്. അവൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടു. പോകുന്നതിന് വിട്ട് ഒരു കാര്യം പറഞ്ഞു. വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം പട്ടണം വിട്ടുപോകുവാൻ. പെന്തക്കോസ് പെരുന്നാൾ അതാ കൃപായുഗ. പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000 പേർ കുത്തുകൊണ്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് തിരുമേശയിൽ പങ്കാളിയായ സഭയോട് ചേർന്നു. അതാ യേശു പറഞ്ഞു കാര്യത്തിന്റെ ശക്തി യോവേൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങൾ, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ. മേലാകാശത്തിലും കീഴഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങൾ. നാഥന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആ പ്രമാണ കൃപയുടെ പ്രമാണം കരമുയർത്തുന്നവർക്കായി ന്യായപ്രമാണത്തിന്റെ ഏടുകളിൽ നിന്ന് കാൽവരുടെ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി പരമയാഗമായി ഉലകത്തിൽ എന്നും ബഹുമാന്യനാം ആചാര്യനായി വാനിൽ അവൻ വാഴുകയാൽ അവൻ തന്ന ഒരു പ്രമാണം ഇന്ന് രാത്രി കാനക്കൂടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതത്രേ കൃപയിൻ പ്രമാണം. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ആ യുഗത്തിന്റെ പേരാ കൃപായുഗ. കൃപായുഗത്തിൽ ഒന്നാമത്തെ സംഭവം നടക്കും. ദൈവസഭയം എടുക്കപ്പെടും. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ പൗലോസ് കാകളത്തിങ്കൽ നാം എടുക്കപ്പെടും. 1 കൊരിന്ത്യർ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ തിക്ലിംഗ് വയസ്. 1 തെസ്സലോനിക്ക പൗലോസ് ദൈവസഭയ്ക്ക് വേണ്ടി. 2 തെസ്സലോനിക്കർ വരുമ്പോൾ എതിർക്കസോ കർത്താവ് തൻ ഗംഭീരനാഥം. 1 തെസ്സലോനിക്കർ 4:15-16 പ്രധാന ദൂതന്റെ ശബ്ദം. ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ ഇമ്മീഡിയറ്റ് ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം പ്രാക്കളെ പോലെ കാന്തന്റെ വരവിൽ എടുക്കപ്പെടും. അതിന്റെ പേരാ സഭയുടെ ഉൽപ്രാപണം, റാപ്ചർ ഓഫ് ചർച്ച്. അത് കഴിഞ്ഞാൽ ലോകം ഒരുവൻ ഭരിക്കണം. ഇപ്പൊ തന്നെ ലോകം ആര് ഭരിക്കുമെന്നും പേടിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി മുതൽ അതാ ചിന്തിക്കുന്നത്. ഇന്നത്തെ ഇസ്രായേൽ പ്രശ്നം ആര് തീർക്കും? റഷ്യ ഉക്രൈൻ ആര് തീർക്കും? അത് കഴിഞ്ഞ ചൈനയിലെ പ്രശ്നം ആര് തീർക്കും? ഇന്ത്യയിലെ പ്രശ്നം, ബംഗ്ലാദേശിലെ പ്രശ്നമൊക്കെ ആര് തീർക്കും? സ്വോത്രാവ്. അങ്ങനെയെങ്കിൽ ഇന്ന് ലോക നേതാക്കൾ പറയുന്നു, ഒരു ചേട്ടൻ്റെ ഭരണം കൊടുത്താൽ എല്ലാം കടയ്ക്കുമേ. അതൊക്കെ താൻ അവരൊരു വേൾഡ് ലീഡർ നോക്കുന്നു. ഇന്ന് പക്കത്തിരിക്കുന്ന തമിഴ്നാട്, അവിടെ ഇരിക്കുന്ന ധനമന്ത്രിയ നിർമ്മലാ സീതാരാമൻ. അവർ കഴിഞ്ഞ വർഷവും ഇന്ത്യയുടെ ധനമന്ത്രിയായിരുന്നു. കഴിഞ്ഞ വർഷം G20 ഉച്ചകോടി നടക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി ഇന്ത്യയെ ഭരിക്കാനും ലോകത്തെ ഭരിക്കാനും ഒരാൾ വന്നാൽ നന്നായിരിക്കും. എല്ലാം ഒരുവന്റെ കയ്യിലേക്ക് കൊടുക്കണമെങ്കിൽ ഞങ്ങളുടെ നാഥൻ പറഞ്ഞു, അവൻ അടുക്ക വാതിൽക്കൽ. ഇസ്രായേൽ പ്രശ്നം ആര് തീർക്കും? ഹമാസ് പ്രശ്നം ആര് തീർക്കും? ഇറാൻ പ്രശ്നം ആര് തീർക്കും? അമേരിക്കയുടെ കൈകടത്ത് ആര് തീർക്കും? ലോകത്തിലെ മദ്യപാനം, കൊലപാതകം, ഈ ഭരണകൂടങ്ങളുടെ തകർച്ച തീർക്കുമ്പോൾ ഇന്ത്യക്ക് 2600 കൊല്ലം മുമ്പ് ബാബേലിന്റെ പ്രവാസത്തിനകത്ത് ഒരു അച്ചായൻ കടന്നു. താന്റെ പ്രിയപുരുഷനായ ദാനിയേൽ അദ്ദേഹത്തിനോട് സ്വർഗം പറഞ്ഞ് എഴുതിക്കോ മോനെ, ഒരുവൻ ലോകത്തെ ഭരിക്കുവാൻ വരിക. இந்த നാൾക്കില്ലേ വസനത്തെ വാസിക്കരുത്. ദാനിയേൽ ദീർഘദർശിൻ കടിതം അതിന്റെ 8 അധ്യായം വസനം 23, 24, 25. ദാനിയേൽ പ്രൊഫസി, ദാനിയേൽ ചാപ്റ്റർ 8 വേർഡ്സ് 23, 24, 25. പടപട മുൻ വായിച്ചിട്ട് ദാനിയേൽ 8, 23, 24, 25. അവരുടെ രാജ്യത്വത്തിന്റെ വായിച്ച മക്കളെ, അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് ഇന്നത്തെ ഭരണാധികാരികളെ കൊണ്ടൊന്നും രക്ഷയില്ല. മോഡി സാർ വന്നാലും, തമിഴ്നാടിൻ മുതലമച്ചർ സ്റ്റാലിൻ വന്നാലും, പിണറായി സാർ വന്നാലും അവരെല്ലാം താഴെ ഇറക്കാൻ നാട്ടുകാർ തോയിക്കൊണ്ടിരിക്കുക. സ്വോത്രം. അവർക്ക് ഉറക്കമില്ല. അങ്ങനെയെങ്കിൽ കിടക്കുന്ന അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ഒരു ഭരണാധികാരി ലോകത്ത് വന്നേ പറ്റത്തുള്ളൂ. യേശു പറഞ്ഞു, അവനടുക്ക വാതിൽക്കൽ. അടുത്തത്, അവന്റെ അധികാരം വലുതായിരിക്കും. എല്ലാ ലോകത്തെ അവൻ ഭരിക്കാൻ പോകുന്നു. ഓൾ വേൾഡ് കം ടു ആൻ അക്കൗണ്ട്. ദാറ്റ് മീൻസ് ഗൂഗിൾ അവന്റെ കമ്പ്യൂട്ടറിലേക്ക് വരാൻ പോകുന്നു. ആ സകല അധികാരം അവന്റെ മേലിരിക്കും. അടുത്ത വാക്ക്, സ്വന്തം ശക്തിയാൽ അല്ലതാനും. അവന് പിശാച് അവന് ശക്തി കൊടുക്കും. ചേട്ടാ നീ ഇരുന്നാ മതി, ബാക്കി ഞാൻ ക്രമീകരിച്ചോളാം, പിന്നെ ചരട് ഞാൻ തരാം. സ്വന്തം ശക്തിയാൽ അല്ലതാനും. അടുത്തത്, അവൻ അതിശയകരമാവണ്ണം നാശം പ്രവർത്തിക്കുകയും. ഇസ്രായേൽ ഹമാസ് പ്രശ്നം, യഹിയാ സിൻവർ എല്ലാം അവൻ അങ്ങ് തീർത്തു തരും. സകലതും യഹൂദനും പറയും, ഇവൻ താൻ ഞങ്ങളുടെ അങ്കിൾ വ്യാജ മശിഹ. ഈ ഹമാസ് പ്രശ്നം അവസാനം യഹിയാ സിൻവറിനെ തട്ടി അവസാനം വരുന്നത് അന്തിക്രിസ്തുവിലേക്ക്. നദി ഒഴുകിയിട്ടുള്ള നെയ്യാറിലേക്ക്, നെയ്യാറ്റിങ്കര ബ്രാലിമൂടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. തുടക്കമായിട്ടുള്ള മണ്ഡപത്തിങ്കട പോലും
എത്തിയില്ല. ഓരോ ഹമാസ് നേതാക്കളെ തട്ടി വരുന്നതിന്റെ അവസാനം വരാൻ പോകുന്നത് എതിർ ക്രിസ്തുവിന്റെ കയ്യിലാണ് ലോകഭരണം. ഒരു വലിയ പ്രസംഗം. അങ്ങനെയെങ്കിൽ അടുത്ത വാക്ക് വായിച്ചാട്ട് മക്കളെ. കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെ നശിപ്പിക്കുകയും ചെയ്യും. അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിച്ചെടുക്കും. മതി മക്കളെ, നയബുദ്ധിയാൽ. അവന്റെ ബുദ്ധി ഭയങ്കര ക്ലബർ മൈൻഡ്. അവന് ബുദ്ധി കിട്ടുന്നത് സാധാരണ ബുദ്ധിയല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിയന്ത്രിത ബുദ്ധി. ഏയാൽ അവൻ കാര്യം സാധിച്ചെടുക്കുക. നാളെ നമുക്ക് അതിലേക്ക് കടക്കാം. അങ്ങനെയെങ്കിൽ വിശുദ്ധ ബൈബിളിനകത്ത് വെളിപ്പാടിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒരുവൻ ഭരണത്തിൽ വരും. എവിടെ എഴുതിയിരിക്കുന്നു? വെളിപ്പാട് പുസ്തകം 13:1-2. മോൻ വായിച്ച് സഹായിച്ചാട്ട്. നിങ്ങൾ ബൈബിൾ കൂടെ. ഇവിടെ കാനാവിലെ കല്യാണമല്ല പ്രസംഗിക്കുന്നത്, അന്ത്യകാലമാ പ്രസംഗിക്കുന്നത്. നിങ്ങൾ എല്ലാവരും വചനം ഏറ്റെടുക്കണം. വെളിപ്പാട് 13:1-2 കുഞ്ഞു വായിച്ച് വായിച്ചാട്ട് മോനെ. അപ്പോൾ 10 കൊമ്പ് 7 തലയും. 10 കൊമ്പ്. ഇനി മോൻ വളരെ സമാനത്തിൽ പോണം. എന്റെ ശാസ്ത്രം ക്ലിയർ ആവും. എന്താ 10 കൊമ്പ്? എല്ലാവരും ശ്രദ്ധിക്കണം. 2001 യൂറോപ്പ് രജിസ്റ്റർ ചെയ്തു. അവന്റെ പേരാ യൂറോപ്യൻ യൂണിയൻ. ഇന്ന് 29 രാഷ്ട്രങ്ങൾ യൂറോപ്പിനകത്തുണ്ട്. അവർക്ക് പോകാൻ ഒറ്റ വിസ മതി. ഇവിടുത്തെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അപ്പച്ചനോടും അമ്മച്ചോടും പറയുന്ന കാര്യമുണ്ട്, ഒരു 18 ലക്ഷം ഞാൻ പോവാന്ന്. 28-29 രാജ്യങ്ങളിൽ പോകാൻ ഒറ്റ വിസ. അതിന്റെ പേരാ ഷെങ്കൻ വിസ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, കാട്ടാക്കടയും കിട്ടും, ബാക്കി എല്ലായിടത്തും കിട്ടും. ഒരു വിസ എടുത്താൽ 29 രാജ്യങ്ങളിലേക്ക് പോകാം. അതിന്റെ പേരാ ഷെങ്കൻ വിസ. എല്ലായിടത്തും ബോർഡ് തൂക്കാൻ പോകുന്നു. ഒരു അന്ത്യകാലത്തിലേക്ക് ലോക. അതിൽ 12 മെയിൻ രാജ്യങ്ങളാ യൂറോപ്യൻ യൂണിയൻ ഉള്ളത്. 1 ബെൽജിയം, 2 ഫ്രാൻസ്, 3 ഇറ്റലി, 4 ഈസ്റ്റ് ജർമ്മനി, 5 ലക്സംബർഗ്, 6 നെതർലൻഡ്, സ്പെയിൻ, പോർച്ചുഗൽ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. കിടക്കുന്ന 12-ൽ ഒരുവനെ ദൈവം മാറ്റി. ബ്രിട്ടൻ പോയി. മലയാളം ആ ലൈവ് കൃത്യമായിട്ട് ജോൺ ബ്രദർ കൊടുക്കണം. അജി എടുത്താട്ടെ പടിയടച്ച് ബ്രിട്ടൻ. 12-ൽ 1 ദൈവം വെട്ടി. 11 അതിന്റെ പേരാ ബ്രെക്സിറ്റ്. ഇനി ഒരെണ്ണവും കൂടെ ഉള്ളു. അതുകൊണ്ട് ഇന്ന് കാട്ടാക്കട, തൊട്ടടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്ലാവൂർ, അത് കഴിഞ്ഞ് കുരുതങ്കോട്, അത് കഴിഞ്ഞ് കീഴാറൂർ, ഇപ്പുറത്ത് പെരുങ്കടവിള, അപ്പുറത്ത് ഒറ്റശേഖരമംഗലം, അടുത്ത് ചെമ്പൂര്, മണ്ണാങ്കോണം, വെള്ളറട. ഈ സ്ഥലത്തുള്ള പിള്ളേരെല്ലാം എവിടെ പോയെന്നറിയോ? പണ്ട് പിള്ളേർക്കിട്ട് കേട്ടാ പറയും, ഞങ്ങള് വെളിനാട്ടുക്ക് പോകുന്നത്. എങ്ക പോകുന്നത്? ഗൾഫുക്ക് പോകുന്നത്, ബോംബേക്ക് പോകുന്നത്. அந்த காலம் முடிஞ்சா செய்யாவும். இந்த அமைச்சர்கிட்ட பேசுகிற பிள்ளை எங்க இருக்குது? மூத்த குழந்தை வந்து யூகேல இருக்குது. செகண்ட் குழந்தை எங்க இருக்குது? அயர்லாண்டில் இருக்குது. மருமோன் எங்க இருக்குது? அவன் நியூசிலாண்டில் இருக்குது. அது കഴിഞ്ഞ് சின்ன பிள்ளை எங்க இருக்குது? ஜெர்மனியில் இருக்குது. ഇപ്പൊ അമ്മച്ചി കൂടെ ഒരു വേലക്കാരി ഇരിക്കുന്നത്. വേലക്കാരി പോയി അമ്മച്ചിയുടെ കാര്യം കഷ്ടം ഉപവസിച്ച് പ്രാർത്ഥിച്ചോണം. സ്വോത്ര പിള്ളை എല്ലാം സ്ഥലം വിട്ടിരിക്കുന്നത്. அதுக்கு தான் உலகம். ദാ കണ്ടില്ലേ? 12-ൽ 1 പോയി, ബ്രിട്ടൻ പോയി. ഇനി ഒന്നുകൂടെ പോയാൽ അന്ന് രാത്രി എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരും. 10 കൊമ്പ്. കാര്യം ക്ലിയർ ആയി കഴിഞ്ഞു. അതാ യഹിയാസിൻവറിലേക്ക് ഇസ്രായേൽ പോകുന്ന അടിപ്പിഴങ്ങ് തീരത്തില്ല. ഇതെല്ലാം സമാധാനിപ്പിക്കണമെങ്കിൽ അവൻ അടുക്കൽ വരും. 10 കൊമ്പ്. മുൻ വായിച്ചട്ടെ. അടുത്തത് 7 തല. വായിക്കാം. 10 കൊമ്പ് 7 തലയും. 7 തല. എല്ലാവരും ശ്രദ്ധിക്കണം. ഇറ്റലിയുടെ അടുത്തൊരു ടൈബർ നദീ തീരമുണ്ട്. അവിടെ 7 മലകളുണ്ട്. ആ പുറകെ മലയും തലയും തിരിച്ചു തരാം. ആ മലകളുടെ പേരാ കാപ്പിറ്റോളിയൻ, ബാലിറ്റേലിയൻ, അവന്റേൻ, കൊറിയൻ, ബിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. അവിടെ ഇരിക്കുന്നത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാ വഴിയൊരുക്കുന്നത്. അദ്ദേഹം ഒന്നുമല്ല, അന്തിക്രിസ്തു. 10 കൊമ്പും 7 തലയും. മോൻ വായിച്ചാട്ടെ. സെൻട്രൽ സ്കൂൾ വായിക്കുന്നത് പോലെ വായിച്ചാട്ടെ. കൊമ്പുകളിൽ 10 രാജമുടിയും. 10 രാജമുടി. അഥവാ 10 ചക്രവർത്തിമാരെ കയ്യിലെടുക്കും. അമേരിക്ക തീരാൻ പോകുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുമിച്ചല്ല. രാജീവുണ്ട്, അത് കഴിഞ്ഞ് വീണ ജോർജ് ഉണ്ട്, അത് കഴിഞ്ഞ് ശിവൻകുട്ടി സഖാവുണ്ട്. അതുപോലെ 10 രാജാക്കന്മാർ യൂറോപ്പിനോട് കൂടും. അതാവന്റെ രാജമുടി. ദാറ്റ് മീൻസ് ന്യൂ വേ വേൾഡ് ഓർഡർ കം ഫ്രം യൂറോപ്പ്. യൂറോപ്പിന്റെ അധീനതയിൽ കൂടി കാര്യങ്ങൾ നിയന്ത്രിക്കും. അടുത്ത വാക്ക് വായിക്കാം. തലയിൽ ദൂഷണ നാമങ്ങളും. ഇവൻ ഒത്തിരി പേരുണ്ട്. എതിർക്രിസ്തു, തുമ്പുകെട്ടയിടയൻ, നാശയോഗ്യൻ, വരുമാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മം. ഇതെല്ലാം ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അവന്റെ അനവധി പേര്. അടുത്തത് അതിന് സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. സമുദ്രം എന്ന് പറഞ്ഞാൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് അവൻ കയറി വരും. അല്ലെ, അറ്റ്ലാന്റിക് സമുദ്രത്തിലല്ല, ഈ കൂട്ടത്തിനകത്ത് നിന്ന് കടന്നു വരും. ഇന്ന് രാത്രി അവസാനിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാകും. അടുത്ത വാക്ക് വായിച്ചിട്ട് പോനെ. ഞാൻ കണ്ട മൃഗം പുള്ളിക്കിലുവയ്ക്ക് സദൃശം. പുള്ളിപ്പുലിയോ, ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ. അതാ യൂറോപ്പ് അവന് പിന്തുണ കൊടുക്കും. അഥവാ ഗ്രീസിൽ നിന്ന് ഇവന്റെ ഭരണത്തിന്റെ തുടക്കത്തിന്റെ ചാൽ വരും. അടുത്തത് അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെ. കരടിക്കാല. മേദ്യ പാർസി ഇന്നത്തെ ഇറാനിൻ അഥവാ കരടിക്കാൽ ഇറാൻ സാമ്രാജ്യം ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് അതിന്റെ വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതിന്റെ വായ് സിംഹത്തിന്റെ വായ്. സിംഹത്തിന്റെ വായ ഇന്നത്തെ ഇറാഖ്. ഇവര് 3 പേരും പിന്തുണ കൊടുക്കും. ഇറാഖ്, ഇറാൻ, ഗ്രീസ്. അടുത്ത വാക്ക് അതിന് മഹാസർപ്പം. വായിച്ചട്ടെ. മഹാസർപ്പം തന്റെ ശക്തിയും. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ. അതിന്റെ മലയാള ഏക ലോക ഭരണം വാതിൽക്കലെത്തി. സകല പത്രത്തിനകത്തും വന്നു കഴിഞ്ഞു. ന്യൂ വേ വേൾഡ് ഓർഡർ. രാത്രി നിങ്ങളുടെ മൊബൈൽ അടിച്ചാൽ മതി. ചിന്നമ്മ
മാമയും മറിയമ്മാമയും സീരിയൽ കാണാതെ മൊബൈൽ ചോദിച്ചാൽ അത് ന്യൂ വേ വേൾഡ് ഓർഡർ. അപ്പം വായിച്ചു തരും, താ കിടക്കുന്ന ഏക ലോകഭരണം വാതിൽക്കലെത്തി. യേശു പറഞ്ഞ അവൻ അടുക്ക വാതിൽക്കൽ. അങ്ങനെയെങ്കിൽ ലോകം ഒരുവൻ ഭരിക്കുമോ? ഇതാ നമ്മുടെ ചിന്ത. ലോകം ഒരുവൻ ഭരിക്കുമോ? പണ്ടത്തെ കാലത്ത് മനുഷ്യർ പറയും ലോകം എങ്ങനെ ഭരിക്കും? 262 രാഷ്ട്രങ്ങളുണ്ട്, 198 നല്ല സ്വതന്ത്രം, 70 ബാക്കി റിപ്പബ്ലിക്. 262 രാഷ്ട്രങ്ങൾ ഒരുവൻ എങ്ങനെ ഭരിക്കും? അങ്ങനെ ലോകം ഒരുവൻ ഭരിക്കണമെങ്കിൽ ഇവിടെ ഒരു വല വേണം. ഒരുവൻ ലോകം ഭരിക്കണമെങ്കിൽ ഏത് വല? സിസിലി സിസ്റ്റർ ഹല്ലേലൂയ, പേരക്കേല വീഴാതെ കിണറ്റിന്റെ മേളിൽ നിലത്തുന്ന പ്ലാസ്റ്റിക് വലയല്ല. ആ വലയുടെ പേര ഇന്റർനെറ്റ്. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ആ വല ഇവിടെ വന്നു. അതിനാസ്പദമായി കമ്പ്യൂട്ടർ. ഇനിയെല്ലാം സയൻസിലേക്ക്. ഇന്ന് രാത്രി തുടങ്ങി നാളെ ചാറ്റ് GPT വരെ നാം പോകുന്നത് സയൻസിലേക്ക്. എവിടാ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്താ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. 1945 അമേരിക്കയിൽ കമ്പ്യൂട്ടറിന്റെ ഒന്നാം പതിപ്പ് P1 ഫിലാഡൽഫിയ, നമ്പർ 2 P2 അതും അമേരിക്ക 1961, 3 P3 അതും 1971, 4 P4 പെന്റിയം 4. എന്താ കാട്ടാക്കടയിൽ കമ്പ്യൂട്ടർ കട ഇന്റർനെറ്റ് നെറ്റ് എന്നല്ല എഴുതിയേക്കുന്ന പെന്റിയം 4. വലിയൊരു തടിപ്പെട്ടിയും ഒരു ചേട്ടനും ചേച്ചിയും കൂടെ ആട്ടോയ്ക്കകത്ത് കൊണ്ടുവരണമായിരുന്നു. സ്വോത്രം. 1 കമ്പ്യൂട്ടർ, 2 അതിന്റെ പ്രിന്റർ, പിന്നെ മോണം എല്ലാം കൂടെ തൂക്കിക്കൊണ്ടുവരണമായിരുന്നു. സ്വോത്രം. അതായിരുന്നു അന്നത്തെ കമ്പ്യൂട്ടർ പെന്റിയം 4. അതിനകത്തൊരു സാധനം കുത്തുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ റീഡ് ചെയ്യാം. പക്ഷേ തിരുവനന്തപുരത്തെ കാര്യം കിട്ടത്തില്ലായിരുന്നു. 87 ആദ്യമായിട്ട് ഈ സാധനം ഒരു പെൻഡ്രൈവ് പോലെ ഇതിനകത്ത് കുത്തി തുടങ്ങി. CDR അത് കുത്തിയപ്പോഴ് ട്രെയിനും പ്ലെയിനും എല്ലാം സിസ്റ്റം നോക്കി സീറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞു. ഇന്ന് നെറ്റ്വർക്കിലേക്ക് വന്നു. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ 666. എന്താ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത? ഇന്നത്തെ ഉലകം ഒരുവന്റെ കയ്യിലെത്തിക്കഴിഞ്ഞു. WWW വേൾഡ് വൈഡ് വെബ്സൈറ്റ്. അതാ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ 666. അത് തന്നെ എതിർ ക്രിസ്തുവിന്റെ സംഖ്യ വരുന്നത് 666. എന്താ 6? ഇസ്രയേലിനകത്ത് അവരുടെ തനാക്ക്, തോറ, തൽമൂദ്, അതുപോലെ എബ്രായരുടെ ബൈബിള്, എബ്രായരുടെ പഴയത് തൽമൂദിനകത്ത് വരുന്നത് W 6. നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാല എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഇതൊരു അന്ത്യകാല പ്രഭാഷമാണ്. അതുകൊണ്ട് നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാല 23ാമത്തെ അക്ഷരം W. പക്ഷേ യഹൂദന്റെ അക്ഷരമാലയിൽ 6ാമത്തെ അക്ഷരമാണ് W. നിങ്ങളുടെ വീട്ടിൽ ചെന്ന് സങ്കീർത്തനം വായിച്ചാൽ മതി. സങ്കീർത്തനം 119 അനവധി കണ്ണമായിട്ടുള്ള സങ്കീർത്തനമാണ്. അതിൽ 1 ആലേഫ്, 2 ദാലത്ത്, ഇസ്രായേലിന്റെ സംഖ്യ അതിനകത്ത് 6ാമത്തെ സംഖ്യയിൽ എഴുതിയിട്ടുണ്ട്. വാവ്. അതുകൊണ്ടാണ് യഹൂദൻ പറയുന്നു യൂദ് ഹേ വൗ ഹേ. കമ്പ്യൂട്ടർ 666. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മലയാളത്തിൽ A1, B2, C3, D4, E5. പക്ഷേ യഹൂദന്റെ അക്ഷരമാല ഏതാ? ഒരക്ഷരത്തിന് 6ന്റെ നമ്പരാ. A6, C12, D18, E24, F30, G20, 36. ഇങ്ങനെ അവന്റെ അക്ഷരം പോലെ. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ COMPUTR, C18, O90, M78, P96, U126, T120, E30, R108. കൂട്ടി നോക്കിയാൽ കിട്ടും 666. അതാ ഇന്നത്തെ WWW. അതിന്റെ അർത്ഥം എല്ലാത്തിനകത്തും W. അതിന്റെ പ്രത്യേകത എന്താ? ഇന്ന് രാത്രി ലോകം ഒരുവന്റെ കയ്യിലേക്ക്. എവിടം വരായി? 1G കഴിഞ്ഞു, 2G കഴിഞ്ഞു, 3G കഴിഞ്ഞു, 4G കഴിഞ്ഞു. അടുത്തത് കാട്ടാക്കടയിൽ 5G, 9G ആവുമ്പോൾ ലോകവും തീരും. ഇന്നലെ റിലയൻസ് ജിയോ പറഞ്ഞു ഞങ്ങൾ 100 GB-യിൽ സകല കാര്യങ്ങൾ ഒരു മൊബൈലിൽ ക്രമീകരിക്കാം. ലോകം ഒരുവന്റെ കയ്യിൽ. അതാ ഇന്നലെ ഈ ജിയോ പുറത്തിറക്കിയിരിക്കുന്നു. ഞങ്ങളുടെ സിസ്റ്റം മാറാൻ പോകുന്നു. 100 GB സാധനം ഒരു മൊബൈലിൽ കയറ്റിയാൽ അമേരിക്ക മുതൽ ഇന്ത്യ വരെയുള്ള കാര്യങ്ങൾ ഒരു കയ്യിൽ വരും. അതിന്റെ പേരാ ലോകം വിരൽ തുമ്പിൽ. കരമുയർത്തുന്നവർക്കായി പത്രവാർത്ത മുഴുവൻ വന്നു. റിലയൻസ് ജിയോ GD ക്ലൗഡ് 100 GB. ഒരു മൊബൈലിൽ 100 GB കയറിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വിരലിന് മുമ്പിലെത്തും. ആരെ കാണണമെങ്കിൽ ഈ മൊബൈൽ നിങ്ങൾക്ക് കൊണ്ടുതരും. നിങ്ങളുടെ ലാപ്ടോപ്പ് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നു. ലോകം വിരൽ തുമ്പിൽ. അതിന് ഇംഗ്ലീഷുകാർ ഓമന പേര് വിളിക്കുന്നത് വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. ലോകം വിരൽ തുമ്പിൽ. കൈവച്ചാൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ 4-5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കാം. 1, നമ്മുടെ കുരുതുങ്കോട് തൊട്ടടുത്ത സ്റ്റോപ്പ് അവിടെ ഒരു അച്ചായൻ ഉണ്ടായിരുന്നു. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അച്ചായൻ ഇപ്പൊ UK-യിലായിരിക്കുന്നു. UK-യിൽ നല്ല ജീവിതമാണ് കുഞ്ഞുങ്ങളുടെ കൂടെ. ഇവിടെ 4-5 ഏക്കറുമുണ്ട്, എസ്റ്റേറ്റും ഉണ്ട്. ഈ പരിപാടി ആരെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നറിയാമോ? മംഗലക്കലുള്ള ബാബുച്ചേട്ടനെ ഏൽപ്പിച്ചിരിക്കുന്നത്. രാവിലെ പുള്ളിക്കാരൻ വരും, വീട് തുറക്കും, കാര്യങ്ങളൊക്കെ നോക്കും. പൂച്ചയിലെയോ കയറിയോ അല്ലെന്നുണ്ട് എങ്ങനെയുണ്ട്, വീടിനകത്ത് ഇലക്ട്രിക് സപ്ലൈ വല്ലതും പോയോ, വല്ല മഴയെങ്ങാനും പെയ്ത് സംഭവിച്ചോ. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് ഒരു വാട്സപ്പ് ഉണ്ട്, നമ്മുടെ ക്യാമറ ഉണ്ട്. അതുവഴി പുള്ളി കാണുമായിരുന്നു. ഒരു ദിവസം രാവിലെ
7:30 മംഗലക്കല ബാബുക്കുട്ടൻ വന്ന് വീട് തുറന്നപ്പോൾ UK ഇരിക്കുന്ന തോമാച്ച മൊബൈലിൽ കൂടെ ചോദിക്കുന്നത്, ബാബുക്കുട്ടൻ മഴയൊക്കെ കുറഞ്ഞോ, യെല്ലോ ഈ മാംഗോ അലർട്ട് മാറിയോന്ന്. ഇന്ന് രാത്രി അച്ചായനിരിക്കുന്നത് UK ലണ്ടനകത്ത്, ബാബുക്കുട്ടി ഗുരുതങ്കോടും ഇരിക്കുന്നു. എങ്ങനെ കാണുന്നു? കമ്പ്യൂട്ടർ വഴി കാണുന്നു. അതിന്റെ പ്രത്യേകത www വേൾഡ് വൈഡ് വെബ്സൈറ്റ് ലോകം ഒരുവന്റെ കയ്യിലായില്ലേ. രണ്ടാമത്തെ കാര്യം, ഇന്ന് രാത്രി നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, പുറയിൽ ചെറുപ്പക്കാരിപ്പുണ്ട്. കോവിഡൊക്കെ കഴിഞ്ഞ് കൈ കാശില്ല. ഇപ്പൊ എവിടെ പോകണം? ചെന്നൈയിൽ നല്ല അരുമயான ക്രിക്കറ്റ് കളി നടക്കുന്നത്. അവിടെ പോയി വരണ എല്ലാം കൂടെ കളിയും കൂടെ കാണണേ 40,000 രൂപ. ചെറുപ്പക്കാരൻ ഒരു കാര്യം ചെയ്തു, ഒരു മൊബൈൽ കാട്ടാക്കടയിൽ 1000 ലോൺ എടുത്തു, 300 രൂപയുടെ വോഡാഫോൺ ഐഡിയ ചാർജ് ചെയ്തു. മണ്ഡപത്തിൻ കടവ് മരത്തേക്ക് ഇരുന്ന് ഒറ്റ ഞക്ക് 10 സ്പോർട്സ് ചെന്നൈ ഒറ്റയടി. നല്ല സുന്ദരമായ അരുമயான ക്രിക്കറ്റ് കളി അവൻ മൊബൈലിൽ കണ്ടിരിക്കുന്നു. ലോകം ഒരുവന്റെ കയ്യിൽ. മൂന്നാമത്തെ കാര്യം, ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, ഇനി കാണാൻ പോകുന്ന സംഭവം. ഇന്ന് രാത്രി ഇവിടെ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞു, നല്ല പെൺകുട്ടി. അവളെ കല്യാണം കഴിച്ചത് ദുബായിലുള്ള ഒരു പയ്യൻ. അവൻ ഇന്റർനെറ്റ് സിറ്റിയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. അവൻ 3 മാസം കഴിഞ്ഞ് പോയി. 4-ാം മാസം കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് ഒരു ഗൈനക്കോളജി ഗർഭധാരണ പ്രശ്നം. കട്ടക്കടന്നൽ അരുമേന നെയ്യാർ മെഡിസിറ്റി കൊണ്ടുപോയി. ഗൈനക്കോളജി കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഡോക്ടർ ചോദിച്ചു, കല്യാണം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാ? അപ്പൊ ഡോക്ടർക്ക് ക്ലിയറായി. 1000 കെട്ടിവെക്കാൻ പറഞ്ഞു. അൾട്രാസൗണ്ട് യൂണിറ്റ് താഴെയോ. അവൾ മമ്മിയും കൂട്ടി താഴെ പോയി. ഒരു കട്ടിലകത്ത് കിടത്തി ലാപ്ടോപ്പെല്ലാം ക്ലിയറാക്കി. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, മിണ്ടാതെ കിടക്കണം. ഒരു ടെക്നീഷ്യനോട് പറഞ്ഞ് കയ്യനക്കരുത്, ഈ പെങ്കൊച്ച് നേരെ കിടക്കാൻ പറഞ്ഞു. വയറ്റത്തിട്ട് ഒറ്റ കറക്ക് ക്യാമറ. അപ്പോൾ ഉണ്ട് 14 ഇഞ്ച് ലാപ്ടോപ്പിനകത്ത് ഇവിടെ വയറ്റിൽ ഒരു ചെറിയ പിഞ്ച് പൈതലിനെ കാണുന്നു. അപ്പൊ രണ്ടുപേർക്ക് സന്തോഷമായി. കറക്കിയ ടെക്നീഷ്യൻ സന്തോഷമായി, നോക്കിയ ഡോക്ടർക്ക് സന്തോഷമായി. ഒരു പിഞ്ച് പൈതൽ. പെൺകുട്ടി മയക്കമൊന്നുമില്ല. പെൺകുട്ടിയോട് ഒടിച്ച്, നിന്റെ ചേട്ടൻ എവിടെ? ചേട്ടൻ ദുബായ് ഇന്റർനെറ്റ് സിറ്റിയിൽ എഞ്ചിനീയറാ. അപ്പൊ ചോദിച്ചോ, മെയിൽ ID ഉണ്ടോ? മെയിൽ ID. മമ്മി ദോ ഇരിക്കുന്നു, മമ്മിയുടെ ഇന്ന് പേടിച്ചോളാം മെയിൽ ID. കിക്കി കുക്കു ഒറ്റയടി നെയ്യാർ മെഡിസിറ്റി എന്ന്. സ്വത്രം എവിടെ എത്തി? തന്റെ ഭർത്താവ് ദുബായിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ടിരിക്കുന്നവന്റെ ലാപ്ടോപ്പിനകത്ത് തന്റെ ഭാര്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ തത്സമയം കാണാൻ പറ്റി. ലോകം വിരൽ തുമ്പിൽ. ഇതെല്ലാം ഒരുവന്റെ കയ്യിൽ വരാൻ പോകുന്നു. 4-ാമത്തെ സംഭവമായി എല്ലാവരും കേൾക്കണം. ഇന്ന് രാത്രി ഏറ്റവും നിർണായകമായ സംഭവം. 5-ാമത്തെ സംഭവം പറയാം. എന്താ സംഭവം എന്ന് പറയാം? നിങ്ങളൊരു ബോർഡിനെ കാട്ടാക്കര കാണാൻ പോകുന്നു, റോബോട്ടിക് സർജറി. അതിനാസ്പദമായി എന്താ സംഭവം എന്ന് പറയാം? കമ്പ്യൂട്ടറിന്റെ നേതൃത്വത്തിൽ സർജറി ഇവിടെ വരാൻ പോകുന്നു. തിരുവനന്തപുരത്ത് നല്ല ഹാർട്ട് സെന്റർ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നിംസ് മെഡിസിറ്റി തിരുവനന്തപുരം. വളരെ ഏറ്റവും കൂടുതൽ ഹാർട്ട് സർജറി നിംസ് മെഡിസിറ്റി. നമ്മുടെ കാട്ടാക്കടയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരന് എവിടെ കൊണ്ടുപോയെന്നറിയാമോ? നിംസ് മെഡിസിറ്റിയിൽ കൊണ്ടുപോയി. അവന് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. രാത്രിയിൽ ഒരു സർജൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം സ്കാൻ ചെയ്തു. എന്നിട്ട് ആൻജിയോ പറഞ്ഞു, ഒന്ന് ECG കൂടെ ചെക്ക് ചെയ്യാം. വീട്ടുകാരോട് ചോദിച്ചു, ഒരു പൈപ്പ് മാറ്റിയിട്ടാൽ മതി, ആൻജിയോപ്ലാസ്റ്റി ഇന്ന് രാത്രി തന്നെ ചെയ്തേക്കാം. വീട്ടുകാർ സമ്മതമാണ്. പക്ഷേ യവനെ മയക്കി അനസ്തേഷ്യ കൊടുത്ത് കാർഡിയാക് യൂണിറ്റ് കയറ്റുമ്പോൾ ഓരോ ഹാർട്ട് അറ്റാക്ക് കൂടെ അടിച്ച്. അപ്പോൾ 2-ാമത്തെ ബ്ലോക്കും പ്രശ്നം. ഇദ്ദേഹം ജൂനിയർ സർജനായിരുന്നു. മെയിൻ സർജൻ ഡോക്ടർ മധു ശ്രീധർ അപ്പോളോ ഇവിടെ ഇരിക്കുന്നു, ചെന്നൈ അപ്പോളോ ഇരിക്കുന്നു. പെരിയ മരുത്തമല പെരിയ ഡോക്ടർ അങ്ങേ ഇരിക്കുന്നത് ചെന്നൈ അപ്പോളോ. ഉടനെ സിസ്റ്ററോട് പറഞ്ഞപ്പോൾ അനസ്തേഷ്യയില രണ്ട് കനാൻ ലൈവ് കുടിക്കുന്ന പോലെ ലൈവ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ ക്യാമറ. ചെറുപ്പക്കാരൻ ഇങ്ങനെ കിടക്കുന്നു. ഇവിടെ സ്റ്റണ്ട് വിടാൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. 2-ാമത്തെ ഒപ്പീനിയന് വേണ്ടി ഒറ്റ ലൈവ് ചെന്നൈയിലേക്ക്. ചെന്നൈ മധു ശ്രീധർ കണ്ടു. അദ്ദേഹം ഫോൺ എടുത്ത് ലൈവ് ഒരു സ്ഥലത്തൂടെ തന്റെ മൊബൈൽ കാണുന്നു, മറു മൊബൈൽ കൂടെ ഇങ്ങനെ കെട്ടിയണം. 2-ാമത്തെ സ്റ്റഡ് ഇങ്ങനെ കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി കെട്ടണം. സിസ്റ്ററോട് പറഞ്ഞ് ലാസ്റ്റ് പ്ലാസ്റ്റ് ഒറ്റ അടി അടിച്ചേക്കണം. ക്ലിയറായി. എത്ര ക്ലിയർ! ചെറുപ്പക്കാരൻ കിടക്കുന്നത് നിംസ് മെഡിസിറ്റി തിരുവനന്തപുരം, കാണുന്നത് ചെന്നൈ. സർജറി നടത്തുന്നത് റോബോട്ടിന്റെ സഹായത്തോടു കൂടി. എല്ലാ ആശുപത്രിയിലും വരാൻ പോകുന്നു റോബോട്ടിക് സർജറി അന്ത്യകാലം. അതിനാസ്പദമായി ലോകം ഒരുവന്റെ കയ്യിൽ www. ഇതാ വേൾഡ് വൈഡ് വെബ്സൈറ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ ഞങ്ങൾ മൊബൈൽ മേടിച്ചിട്ട് www ഒന്നും അടിക്കണ്ടല്ലേ? അയ്യോ, നിങ്ങളുടെ മൊബൈൽ ട്വിറ്റർ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ബോട്ടീമ്, വാട്സപ്പ് എല്ലാം ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ചിന്നമാമ വാട്സപ്പ് കുത്തുമ്പോൾ ചെന്നൈയിലിരിക്കുന്ന വീഡിയോ കാൾ കാണുന്ന സ്വത്രം അത് മൊബൈലിൽ ആദ്യമേ കുത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൊബൈലുകാർ മെസ്സേജ് പറയും, ശോശാമാമെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ സമയമായി. കരമുയർത്തുന്നവർക്കായി. മൊബൈൽ കണ്ടിട്ടില്ല, എല്ലാ TPM-ൽ അരുമயான വിശുദ്ധന്മാർ മൊബൈൽ തൊടാത്തവർ സോദരം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നത്, അപ്ഡേറ്റ് യുവർ സോഫ്റ്റ്വെയർ. അഥവാ സോഫ്റ്റ്വെയർ ചലനം മാറുന്നു. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ നിങ്ങളുടെ കോളും കാര്യം പോകുന്നതുകൊണ്ടാണ് മൊബൈൽ മെസ്സേജ് തരുന്നത്. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് www ഉണ്ടോ? 666. 5W പറയുമ്പോൾ ഇടവേള. ബാക്കി 2 കാര്യം പറഞ്ഞ് ഇന്ന് നിർത്തും. ഇന്ന് രാത്രി വായിച്ചു തുടങ്ങാം. കമ്പ്യൂട്ടർ റിലേറ്റഡ് ടു ബൈബിൾ അല്ലെങ്കിൽ എതിർ ക്രിസ്തു എവിടുന്ന് വരും? വെളിപ്പാട് 17:8-9. മോനൊന്ന് വായിച്ച 7 തല 7 മല. ബൈബിള് ക്ലിയർ ആയിരിക്കണം. വെളിപ്പാട് 17:8-9. കുഞ്ഞൊന്ന് വായിച്ചേട്ടെ. വെളിപ്പാട് 17:8-9 വായിച്ചേട്ടെ. നീ കണ്ട മൃഗമോ?
ഉണ്ടായിരുന്നതും അത് ഉണ്ടായിരുന്നതും ഇപ്പം ഇല്ലാത്തതും റോമാ സാമ്രാജ്യം ഇപ്പൊ ഇല്ലാതിരിക്കുന്നതും ഇനിമേൽ ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതും ഇനി അഗാധത്തിലെ കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും ഉണ്ടായിരുന്നതും ഇല്ലാതിരുന്നതുമായ വരുവാനുള്ളതുമായ മൃഗത്തെ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. കിടക്കുന്ന കാര്യമില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ ഈ മൃഗത്തെ കണ്ട് അതിശയിക്കും. അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതിയവരെവിടെ പോവും? പ്രിയന്റെ വരവിലെടുക്കപ്പെടും. കരമുയർത്തുന്നവർക്കായി അതിനുവേണ്ടി 2024 കൺവെൻഷൻ വെച്ചിരിക്കുന്നത് ചിലരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുവാൻ. അടുത്ത വാക്കൂടെ മുമ്പ് വായിച്ചിട്ട് മാറ്റിയാൽ മതി. സ്ത്രീ ഇരിക്കുന്ന തല വായിച്ചിട്ട് മുന്നേ അടുത്ത വാക്ക്. ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവിടെ നിൽക്കട്ടെ മോനെ. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മല. ഇപ്പൊ വെളിപ്പാട് 13 7 തല, വെളിപ്പാട് 17 7 മല. 7 മലയാ. ഇറ്റലിയുടെ ടൈബർ നദീതീരം. ആ നദീതീരത്തുള്ളത് ക്യാപിറ്റോളിൻ, പാലിറ്റേരിയൻ, അമൻഡൻ, കൊറിയൻ, ബിബിനൽ, എസ്കലൻ, ജാനിക്കുലൻ. കടക്കാവ് ബൈബിൾ റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ, ചാറ്റ് GPT റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ, ചാറ്റ് GPT റിലേറ്റഡ് ടു ബൈബിൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് W കടക്കാം. 5W വിശുദ്ധ ബൈബിളിനകത്ത്. കുഞ്ഞു വായിച്ച് സഹായിക്കാം. 5W പറയുമ്പോൾ ഇടവേള. വെളിപ്പാട് 13 3 മുതൽ വായിക്കാം. എതിർ ക്രിസ്തുവാര് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണനാമം നിറഞ്ഞ ഒരു മൃഗ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലിക്ക് സദൃശം, അതിന്റെ കാൽ കരടിയുടെ കാൽ, അതിന്റെ വായ് സിംഹത്തിന്റെ മുഖം, അതിന് മഹാസർപ്പം, വലിയ ശക്തി, അധികാരം, സിംഹാസനം കൊടുത്തു. ഇനി 3 മുതൽ വായിക്കാം. W ബൈബിളും കമ്പ്യൂട്ടറും. വായിച്ചാട്ട് മക്കളെ. അതിന്റെ തലകളിൽ വന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. മരണകരമായ മുറിവ്. ഒന്നാമത്തത് മുറിവേറ്റവൻ സിറിയാക്കാരൻ പുറകെ പറയും. ആ മുറിവിന്റെ ഇംഗ്ലീഷ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. അതാ യഗിയാസിൻ വരെയെല്ലാം തട്ടിയതിനു ശേഷം ഒരുവൻ ഭരണത്തിൽ വരും നയബുദ്ധിയാൽ ഇസ്രായേൽ പലസ്തീൻ സമാധാന കരാർ. ആ മുറിവെല്ലാം അങ്ങ് പൊറുക്കുമെന്ന്. അടുത്തത് വായിക്കാം. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. ഇങ്ങനൊരു നല്ല ചേട്ടൻ നേരത്തെ വന്നിരുന്ന ഇത്രയും കുഴപ്പമുണ്ടാകത്തില്ല. നല്ല ചേട്ടൻ, നല്ല അച്ചായ, അരുമയാന പിള്ളേ എന്നെല്ലാവരും പറയുന്നു. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. വിസ്മയത്തിന്റെ മലയാളം അതിശയം, അതിശയത്തിന്റെ ഇംഗ്ലീഷ് വണ്ടർഫുൾ. രണ്ടാമത്തെ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് റിലേറ്റഡ് ടു ബൈബിൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വണ്ടർഫുൾ. അടുത്ത വാക്ക് മുൻപ് വായിച്ചാട്ടെ. മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട്, മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. സാത്താന്റെ ഇഷ്ടം ആരാധന. അതിന്റെ പേര് വർഷിപ്പ്. മൂന്നാമത്തെ W മഹാസർപ്പത്തെ നമസ്കരിച്ചു. അടുത്ത വാക്ക് മൃഗത്തോട് തുല്യനാർ. ഇങ്ങനൊരു ഭരണാധികാരി ആരും ജയിക്കാൻ പറ്റത്തില്ല. മൃഗത്തോട് തുല്യനാർ. അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. യവനോട് ആർക്കും പൊരുതുവാൻ കഴിയത്തില്ല. അടുത്തത് വമ്പും. നമസ്കരിച്ചു. അടുത്തത് വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. അതാ ഇന്നത്തെ ഇന്ത്യക്കാരെ സുന്ദർപ്പിച്ച ഗൂഗിളുമായിട്ട് തുടങ്ങി. അത് പറയുമ്പോൾ ഇന്ന് രാത്രി നിർത്താം. വാക്ക്, അവന്റെ വാക്ക് ഉലകം കേൾക്കും. അതിനാ വേട്. നാലാമത്തെ W. ഇനി ഒന്നുകൂടെ പറയുമ്പോൾ ഇടവേളയിലേക്ക് 1 വൂണ്ട്, 2 വണ്ടർഫുൾ, 3 വർഷിപ്പ്, 4ാമത്തെ W അവന്റെ വേട് ലോകം മുഴുവൻ കേൾക്കും. 5ാമത്തത് എല്ലാവരെയും കുഞ്ഞു വായിക്കുന്ന ബൈബിൾ നോട്ട് ചെയ്യണം. അതാ ഇന്നത്തെ പ്രശ്നം. വായിച്ചാട്ട് മക്കളെ. അടുത്ത വാക്ക്. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും. ആദ്യത്തെ 3.5 വർഷം അവൻ നയബുദ്ധിയാൽ. 7 വർഷമായി ക്രിസ്തുവിന്റെ ഭരണം. അതാ 3.5 വർഷം. ആദ്യത്തെ 42 36 + 6 = 42 മാസം അവൻ നയബുദ്ധിയാൽ കാര്യം കൈകാര്യം ചെയ്തെടുക്കും. അടുത്ത വാക്ക് വായിച്ചാട്ട് മക്കളെ. അത് ദൈവത്തിന്റെ നാമത്തെയും, അവൻ പിശാച ദൈവത്തിന്റെ നാമത്തെയും, അവന്റെ കൂടാരത്തെയും, അവന്റെ കുഞ്ഞുങ്ങളെയും, സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. പിശാച് ഭോഷ്കും അവന്റെ അപ്പന് നാവ് തുറന്നാൽ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. അടുത്ത വാക്ക്. അടുത്തതാ പ്രശ്നം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. മോൻ അവിടെ നിൽക്കണം. 5ാമത്തെ W യുദ്ധം. അതാ ഈറ്റുനോവ് തുടങ്ങിയതും വരുന്നതിനും വിട്ട് ഇതെല്ലാം എത്തുന്ന ഇവന്റെ കൈകളിലാണ്. യുദ്ധത്തിന്റെ ഇംഗ്ലീഷാ നിങ്ങൾ പറയേണ്ട വാർ. മോൻ അടുത്ത വാക്യം പറയുമ്പോൾ വായിക്കണം. ഉണ്ട്, വണ്ടർഫുൾ, വർഷിപ്പ്, വേട്. 5ാമത്തെ W വാർ. അത് തന്നെ കമ്പ്യൂട്ടർ W 666. കൈമേലും നെറ്റിമേലും വരുന്ന മുദ്ര W 666. നാളെ ഇതെല്ലാം പറഞ്ഞുതരാം. അങ്ങനെയെങ്കിൽ എവിടൊക്കെ അധികാരം? വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ അവൻ അധികാരം. മോൻ അത് വായിച്ചാട്ടെ. സകല ഗോത്രത്തിന്മേലും, വംശത്തിന്മേലും, ഭാഷമേലും, ജാതിമേലും അധികാരം ലഭിച്ചു. എല്ലായിടത്തും അവൻ അധികാരമൊന്നും. ലോകരാജ്യങ്ങൾ അവൻ വിളിക്കാൻ പോന്നു. സകല ഗോത്രത്തിന്മേലും, ഭാഷമേലും, ജാതിമേലും, വംശത്തിന്മേലും അവൻ അധികാരം ലഭിച്ചു. 1 മതത്തിന്റെ മേൽ അധികാരം. ദാണ്ടേ എല്ലാവരും നോക്കിയാട്ടെ. ദാ കിടക്കുന്നു മതത്തിന്റെ മേൽ അധികാരം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പോയിരിക്കുന്നത് എവിടെ? ഇറാഖിനകത്ത്.
അവിടെ വരുന്നു മഹദിയാം ബാബിലോൺ. അതിന് പിന്തുണ കൊടുക്കാനാ അദ്ദേഹം അവിടെ പോയത്. ആന്റി ക്രൈസ്റ്റ് പോപ്പൊന്നും അല്ലേ പുറേ പറഞ്ഞുതരാം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ദാതിരിക്കുന്നു, കൂടെ മാതാമൃതാനന്ദമയി അമ്മച്ചി. എന്തൊരു നല്ല കാഴ്ചയാന്ന് നോക്ക്, ഇതായിരിക്കുന്നു നോക്ക്. എല്ലാവരും ഏകലോക മതത്തിന് വേണ്ടി വരുവാ. ന്യൂ വേ വേൾഡ് ഓർഡർ തീർന്നില്ല. അത് കഴിഞ്ഞ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ തുർക്കിയിലെ പള്ളിയിൽ കയറി നിസ്കരിക്കുന്നു. എന്തൊരു നല്ല കാര്യം. വിശുദ്ധ ബൈബിൾ കോരിന്ത്യർ ലേഖനത്തിനകത്തൊരു ഭാഗം, എന്താ ഭാഗം എന്ന് പറയാം, അവിശ്വാസികളുമായി ഇണയില്ല പിണ കൂടരുത്. ദാ കിടക്കുന്നു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എവിടെ? തുർക്കിയിലെ പള്ളിയിൽ. തീർന്നില്ല. ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ വത്തിക്കാനിൽ. ഇവരെല്ലാം അവിടെ പോകും. അതിന് ലോകം ഓമന പേര് വിളിക്കുക എക്യൂമെനിക്കൽ കോൺക്ലേവ്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് രാഷ്ട്രീയ കോൺക്ലേവ് ഉണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഒക്കെ പങ്കെടുത്തു. പക്ഷെ മതത്തിന്റെ കോൺക്ലേവ് ഇന്ന് വത്തിക്കാനിൽ. ദാണ്ടേ സെറിൽ മാർ ബസേലിയോസ് വത്തിക്കാനിൽ. അടുത്തത് ഈ ഭരണകൂടത്തിലെല്ലാം പിടിവരും. സ്വോത്രം. ദാണ്ടേ രാജകീയ ഊഷ്മളം. നമ്മുടെ മാർപ്പാപ്പ അബുദാബിയിൽ വന്നു. സ്വോത്രം. അവിടെ 3 ദേവാലയം ഉയരുക. അവിടെ വന്നിട്ട് പറഞ്ഞ് നമ്മൾ അബ്രഹാമിന്റെ മക്കള്, നമ്മൾ ഒരുമിക്കണം. ബഹറിൻ, അബുദാബി, എവിടൊക്കെ വരുന്നെന്നറിയത്തില്ല. പുള്ളിക്കാരൻ വരുന്നത് എതിർ ക്രിസ്തുവിന്റെ വഴിച്ചാൽ രാജകീയം ഊഷ്മളം അബുദാബിയിൽ. തീർന്നില്ല. ஒரு குடக்கீழ் 3 ஆலயங்கள். இங்க பிள்ளை உங்கள் பிள்ளை யாரை இங்க வெளிநாட்டி இருக்குது, அபுதாபி துபாய் இருக்குது, அவர்கிட்ட கொஞ்சம் கேள்விப்பட்டிருக்கணும். அங்க 3 ஆலயத்தை கட்டி இருக்குது இந்த நாட்களில். 1 യഹൂദനുക്ക് സിനഗോഗ്, 2 ഇസ്ലാമുക്ക് മോസ്ക്, 3 ക്രൈസ്തവരുടെ പള്ളി. ഇതാ കിടക്കുന്നു 3. അങ്ങനെയെങ്കിൽ ഇതിന്ന് കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ചെയ്യുന്നെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ട എതിർ ക്രിസ്തു ഭരണത്തിൽ വന്നാൽ യഹൂദന് വേണ്ടി ഒരാലയം അവിടെ ഉയരും, കരമുയർത്തുന്നവർക്കായി. എന്നാൽ ആലയം അവിടെ ഉയരുന്നതിന് മുമ്പ് കാനക്കോട് എന്നൊരു കൂട്ടമെടുക്കപ്പെടും. ആരാ? യേശുവിന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ അവൻ മടങ്ങി വരും. രാത്രി ഇത് കേട്ടോണം. അടുത്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ. അതാണ്ട് കത്തോലിക്ക സഭ പരമാധ്യക്ഷനെ കണ്ടു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന, മോഡി സാർ ആരും വിഷമിക്കണ്ട, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അങ്ങ് യഥാർത്ഥ പിതാവാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്ര നല്ല കാലം ഉണ്ടോ നോക്കുക, അങ്ങ് യഥാർത്ഥ പിതാവാണെന്ന്. സ്വോത്രം. അദ്ദേഹം കഴിഞ്ഞ ദിവസം അബുദാബിയിൽ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ പോയി. കത്തോലിക്ക സഭ നമ്മുടെ മോഡി സാറ് 7000 കോടിയാ. അവിടെ ചെന്ന് ചാനലുകാരെല്ലാം പുള്ളിയുടെ പുറകെ നിന്നു. അപ്പം പുള്ളിയോട് ചോദിച്ചു, ഇനി ലോകം എങ്ങോട്ടാണ്? അന്നേരം മോഡി സാർ പറഞ്ഞു, ഭായിയോ ബഹനോ ये बात सुनना मांगता, अपना दुनिया के लिए शांति और समाधान बरकत होने के लिए एक आदमी हुकूमत में बैठेगा तो अच्छा है. ഒരുവൻ ഭരണത്തിൽ ഇന്ന സമാധാനവും ശാന്തി കിട്ടുമെന്ന് ഞങ്ങളല്ല, മോഡി സാർ പറഞ്ഞെന്ന്. സ്വോത്രം. ഇതൊക്കെ കേൾക്കണം. അല്ലാതെ സിനിമാക്കാരെ കണ്ടുകൊണ്ടിരുന്ന പെരുവഴിയായി പോയില്ലേ. മമ്മൂട്ടി മോഹൻലാൽ എവിടാന്ന് ഇനി ഏതെങ്കിലും പ്രവാചകന്മാരെ വിളിച്ചിറക്കണം. സ്വോത്രം. അയ്യോ, സകല പ്രവചനവും പറയുന്ന പെന്തിക്കോസിൽ കുറെ പ്രവാചകന്മാരുണ്ടായിരുന്നു. പേരും മാറ്റി. ஊழியக்காரன் பேரே கடக்காத ஐயா. இந்த காலத்து கேரளத்தில் வந்து பேர் வந்து പ്രോബറ്റ് சொல்கிறதே. മോഹൻലാലിനെ മമ്മൂട്ടി ഒന്ന് കാണിച്ചു തരാമെങ്കിൽ ഈ പ്രോബറ്റുകാർക്ക് 10,000 ഞാൻ കൊടുത്തേനെ. സ്വോത്രം. ഗവൺമെന്റിന് പ്രസംഗിച്ച കാശ്. സ്വോത്രം. എല്ലാവരും പോയില്ലേ. ഇപ്പോഴല്ലേ പിടി കിട്ടിയ സീരിയൽ എന്തോ കാര്യം എന്തോ. ഇത് കാണാതെ ദാണ്ട് ഇതുപോലുള്ള പത്രവാർത്ത മോഡി സാർ പറയുന്നതൊക്കെ കേൾക്കണം. അങ്ങ് യഥാർത്ഥ പിതാവാണ്. ഇനി ഇവിടെ കൊണ്ടുവരാൻ പോവാ മോഡി സാറ്. അതിനാസ്പദമായിട്ടാ തൃശ്ശൂരിൽ നമ്മുടെ സുരേഷ് ഗോപിച്ചേട്ടൻ ജയിച്ചത്. അവിടെ ചെന്ന് കത്തോലിക്ക സഭക്കാരോടെല്ലാം മോഡി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, മതത്തിന്റെ എക്യൂമെനിക്കൽ കോൺക്ലേവ് ഞങ്ങളെ ഒന്ന് ജയിപ്പിച്ചു നോക്ക്, കാര്യം റെഡിയാക്കി തരാം. അതുകൊണ്ടാ തൃശ്ശൂരിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വിചാരിച്ച കട്ടിച്ചെങ്ങാനും 10,000 കിട്ടുമെന്ന്. ഈ വോട്ടെണ്ണിയപ്പോൾ 75,000. സ്വോത്രവും. അതുകൊണ്ട് കത്തോലിക്ക സഭ അവരോട് നീതി കാണിച്ചത് കൊണ്ടാ. ഞാൻ രാഷ്ട്രീയം പറയുന്ന ആളല്ല, ഞാനിത് 40 വർഷമായിട്ട് ലോകരാഷ്ട്രീയം പഠിക്കുന്നത് കൊണ്ട് സ്വോത്രം ഞാൻ പറയാ. അതുകൊണ്ട് ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ന് കേന്ദ്രമന്ത്രിയായി. മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. സ്വോത്രം. കാട്ടാക്കടയിലെ BJP-ക്കാർ പറഞ്ഞില്ല, മോഡിക്ക് പൂമാല ഇട്ടവർ പറഞ്ഞില്ല. സ്വോത്ര. ഇതിൻ്റെ പരിപാടിയ മെയിൻ പാക്കേജ് അല്ല, അണ്ടർഗ്രൗണ്ട് ചർച്ചകൾ. സ്വോത്ര. ജോർജ് കുര്യൻ പോലും അറിഞ്ഞില്ല ഞാൻ മന്ത്രിയാവുന്നു. സ്വോത്ര. സുരേഷ് ഗോപി എന്തുമായാലും അറിയുന്ന. അപ്പോൾ മോഡി സാർ ഓടുന്ന പട്ടിക്ക് നാടൻ ഭാഷ 1 മുഴം മുൻപ് കത്തോലിക്കർക്ക് ഒന്നും അറിയാത്ത ജോർജ് കുര്യനെ പിടിച്ച് ഇതാക്കി. അവിടുത്തെ പാമ്പ്ലാനി അങ്ങാണ്ട് നേരത്തെ പറഞ്ഞു, ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യവും നമ്മൾ നമ്പർ 1ഉം 2ഉം അടിക്കുന്നത്. ഇപ്പോൾ 3ആം നമ്പർ ഒന്ന് കൊടുത്തേരെ താമരയ്ക്ക് അടിച്ചായിരുന്നു. സ്വോത്രം. 75,000. സ്വോത്രം. ഇതെല്ലാം അന്ത്യദിനങ്ങളാണ്. സ്വോത്രം. ഇതാ കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് സകല ഗോത്രത്തിന്മേലും ഇനിയുള്ള കാര്യം നിങ്ങൾ കാണണം. ഒരു മതത്തെ ഞങ്ങൾ കുറ്റം പറയത്തില്ല. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ദാ നിൽക്കുന്നു. സ്തോത്രം. ആരാ? ബിഷപ്പ് പാമ്പ്ലാനി
തൂങ്കുഴി, പടയാറ്റിൽ, കുടിയാറ്റിൽ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമൃതാനന്ദമയി അമ്മച്ചി, കൂടെ നമ്മുടെ പ്രകാശാനന്ദ, എല്ലാവരും. ഇനി 4 പേരെ അവിടെ പോകാനുള്ളു. 1 CSIക്കാർ, 2 ഇവാഞ്ചലിക്കൽ മർത്തോമ, 3 പെന്തിക്കോസുകാർ, 4 ബ്രദറുകാർ. ഞങ്ങൾ പെതിയെ പോവും. ഇപ്പം മനോരമ എടുത്താൽ രാവിലെ പണ്ട് ഓണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഉപ്പേരി ഊഞ്ഞാല് ഉറിയടി, ഊഞ്ഞാലേ ഉപ്പേരി ഉറിയടി, അന്തക്കാലം മുടിഞ്ചാച്ച്. ഇന്ന് ഓണം എന്ന് പറഞ്ഞാൽ ഓഫർ ഓഫർ. 1 രൂപയ്ക്ക് സാരി, 5 രൂപയ്ക്ക് വാഷിംഗ് മെഷീൻ, 15 രൂപയ്ക്ക് ടെലിവിഷൻ, 1000 രൂപയ്ക്ക് കാറ്. കടന്നു വരൂ സ്വോത്രം. അതുപോലെ എന്ന് രാത്രി ഞങ്ങൾക്ക് കവർ കിട്ടും. ഞങ്ങൾ ഇതിൻ്റെ കൂടെ ചേർന്നാൽ അന്ന് രാത്രി എൻ്റെ പ്രിയൻ വാനവേഗത്തിൽ വരും. കരമുയർത്തുന്നവർക്കായി വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിൽ. 2 കാര്യം പറഞ്ഞുകൊണ്ട് പിന്നത്തേൽ നിർത്താം. അത് കഴിഞ്ഞതിന് ശേഷം വേറെ സംഭവം നടക്കുന്നു. ഭരണകൂടങ്ങൾ തകരുന്നു. എവിടാ ഭരണകൂടം? 2009 കുഞ്ഞുങ്ങൾ പാടത്തിലെ അരുമയാണ് പാട്. കടലിൻ മുഴക്കം കേൾക്കുന്നു, ഭരണകൂടങ്ങൾ തകരുന്നു. അതിന് പേരിട്ടത് അറബ് വസന്തം. എവിടെ തുടങ്ങിയെന്നറിയാമോ ഭരണകൂടം തകരുന്നത്? എല്ലാവരും കേൾക്കണം. 2009 ആഫ്രിക്കയുടെ വടക്കേറ്റ ടുണീഷ്യ, അൾജീരിയ, അത് കഴിഞ്ഞ് ഈജിപ്തിലെ ഹോസ്നി മുബാറക്കിനെ ജയിലിലാക്കി. ലെബനോനിലെ ലിബിയയിലെ പ്രസിഡന്റ് കേണൽ ഗദ്ദാഫിയെ വെടിവെച്ചു കൊന്നു പൈപ്പിനകത്തിട്ട്. ജോർദാനിലെ ഹുസൈൻ രാജാവ് പോയി. സിറിയയിലെ ബാഷർ കരയുന്നു. ആ തകർച്ച എവിടം വരെ വന്നെന്നറിയാമോ? അവസാനം ഓരോ സ്ഥലത്തും വന്നു. എന്താ സംഭവം? യമനിൽ ഭരണം പോയി. മാലിയിൽ ഇപ്പൊ കലാപം. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ കണ്ടില്ലേ? ബംഗ്ലാദേശിനെ അടക്കി വാണ ഷേഖ് ഹസീനെ താഴെ ഇറക്കിയിട്ട് അവിടെയും ഭരണകൂടം തകർന്നു. കരമുയർത്തുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇതെല്ലാം വായിക്കണം. ഇതിന്റെ പിൻപിലൊരു ശക്തിയായ ഈവിൾ സ്പിരിറ്റ്. 1 മതം ഒരുമിക്കുന്നു, 2 ഭരണകൂടം തകരുന്നു. മൂന്നാമത്തെ കാര്യം ജനം റോഡിലിളകുന്നു. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ UK-യിൽ? ഇതെവിടാ ജനം റോഡിലിളകിയത്? ഇന്ന് രാത്രി പറഞ്ഞു തരാം. ആദ്യത്തെ ജനം റോഡിലിളകിയത് എവിടാന്നറിയാമോ? ഒരു നല്ല സ്ഥലമാണ്, ന്യൂഡൽഹി രാംലീല മൈതാനം. ആ മൈതാനത്ത് ഒരു അപ്പച്ചൻ കയറി. അപ്പച്ചന്റെ പേരായിരുന്നു അണ്ണാ ഹസാരെ. അപ്പച്ചന്റെ കയ്യിലൊരു ചിഹ്നം ഉണ്ടായിരുന്നു, കൊടിയും വടിയല്ല, ചൂല്. സഹോദരിമാർക്ക് ഇഷ്ടമല്ലാത്ത ചിഹ്ന സൂത്രം. അവർ ആ പേര് വിട്ട പാർട്ടിക്ക് ആപ്പ് പാർട്ടി, ചൂല് പാർട്ടി. അപ്പച്ചൻ്റെ കൂടെ കയറിയ ആളാ ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ അകത്ത് കിടക്കുന്നത്. ആ ചൂല് പാർട്ടി. അവിടെ തൊട്ട ജനം ഇളകിയത്. ആ ഇളക്കം എവിടെ? അമേരിക്കയിൽ. അനവധി പേർ റോഡിറങ്ങി. ഗൾഫിൽ വെളിനാട്ടുകങ്ക പിള്ളേ റോഡിക്കുള്ള ഷേഖക്ക് കാർ തടഞ്ഞ് ശമ്പളത്തെ കൂട്ടിത്തരുവാൻ. ചൈനയിലെ ടിയാമൻ സ്ക്വയർ അനേകം കുഞ്ഞുങ്ങളെ വെടിവെച്ചു കൊന്നു. ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുമ്പോൾ ഏറ്റവും നിർണായകമായ ഒരു സംഭവമുണ്ട്. ബ്രിട്ടണിനകത്ത് റോഡിനകത്ത് ആയിരക്കണക്കിന് പേരിറങ്ങുന്നു. മുദ്രാവാക്യവും വേണ്ട, ആരും വേണ്ട. ജനമിളകുന്ന കാഴ്ച ഈ ദിവസങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? അടുത്തത് പറയാം. ഞാൻ ഇടുക്കി മേഖല CSIയുടെ പ്ലാവൂർ CSIക്കാരും കുച്ചപ്പുറ CSIക്കാരും എല്ലാം എൻ്റെ സുഹൃത്ത്. അപ്പുറത്ത് കുരുതംകോട് ഉള്ളവരെല്ലാം നമ്മുടെ പ്രസംഗം പഴയ കാലത്ത് കേട്ടൂടാ. ഇടുക്കി CSI പ്രസംഗിക്കാൻ പോയി. അവിടുത്തെ അച്ഛനോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ പെമ്പിളை ഒരുമയെ നടത്തിയ ഗോമതി സഹോദരി ഒന്ന് കാണും. അപ്പം അച്ഛൻ പറഞ്ഞു, എനിക്ക് പരിചയമില്ല. അന്ത സഹോദരി പക്കത്ത് നമുക്കൊരു ചർച്ച ഇരിക്കുന്നത്. സ്വോത്രം CSI പള്ളി കൂപ്പിടുവാ. ഞാൻ പറഞ്ഞു, അപ്പം അച്ഛൻ കൂപ്പിടുവാൻ പറഞ്ഞു. അപ്പം അവിടുത്തെ അച്ഛൻ ചെന്ന് ഗോമതി സഹോദരിയോട് പറഞ്ഞു, ഒരു ഊളിയക്കാരൻ ഉങ്ങളെ കാണും. അപ്പം അവർ ചോദിച്ചു, വെളിനാട്ടിൽ നിന്ന് കാണും മരുന്നു. അല്ല, കേരളക്കാരൻ തന്നെയെന്ന് പറഞ്ഞു. സ്വോത്രം. ഞാൻ അവിടെ ഈ അച്ഛനുമായിട്ട് അവിടെ ചെന്നു. അവിടുത്തെ അച്ഛനും വന്ന് ഞങ്ങൾ 3 പേരും സിസ്റ്റർ ഗോമതിയെ കാണാൻ പോയി. ഞാൻ അവിടെ ചെന്നിട്ട് ഗോമതി സഹോദരിയോട് പറഞ്ഞു, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അയ്യാ ഉങ്ങൾ താൻ ഊളിയക്കാരൻ. ഞാൻ പറഞ്ഞു, ഞാൻ താൻ ഊളിയക്കാരൻ. എതുക്ക് വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങളെപ്പോലൊരു സഹോദരിയെ കണ്ടില്ലേ, പിന്നെ എന്തോ ചെയ്യാൻ? എൻ്റെ ഒറ്റ സംശയമുള്ളൂ, നിങ്ങൾ ഒരു ബിസിലടിച്ചപ്പം 3000 പെങ്കൊച്ചുങ്ങൾ ഇടുക്കി കയറി, മൂന്നാർ കയറി കുത്തിയിരുന്നു. സ്വോത്രം. ഞങ്ങൾ 2 ലക്ഷം രൂപയുടെ പേസ്റ്റ് കാട്ടാക്കട അടിച്ച് ഞങ്ങളുടെ ഉപദേശിക്കാരുടെ ഫ്ലക്സ് ഇങ്ങനെ നിർത്തിയാലും 200 പേരെ കിട്ടത്തില്ല. സ്വോത്രം. എൻ സഹോദരി, നിങ്ങൾ എങ്ങനെ 3000 പെങ്കൊച്ചുങ്ങളെ റോഡിലിരുത്തി? അപ്പോൾ ഗോമതി സഹോദരി പറയാ, ஐயா எதுக்கு மேலே நான் ஒரு வாட்ஸ்அப் போட்டால் 4000 കൂടെ ഞാൻ ഇറക്കുമെന്ന്. സോദരം ഒറ്റ വാട്സപ്പ് അടിച്ചാൽ 4000 ഇറക്കുമെന്ന്. അതിൻ്റെ പേരാ പെമ്പിളൈ ഒരുമൈ. ദാ കിടക്കുന്ന ഗോമതി സഹോദരി. അതിനകത്താ നമ്മുടെ സഖാവ് VS അച്യുതാനന്ദൻ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞ്, അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം പിണറായി കോടിയേരി കണ്ടോളാം. സോദരം അന്നേരല്ലേ പറഞ്ഞ് എവരെല്ലാം പരിപ്പ് വട തിന്നിട്ടേ ഞാൻ പോകുമെന്ന്. സോദരം. ഇപ്പൊ കൊല്ലത്തുകാരൻ്റെ മുകേഷിൻ്റെ പരിപ്പോടെ ഈ ആഴ്ച തിന്ന്. സോദരം.
ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. സ്വോത്രം. ഇതെല്ലാം ഇവരെല്ലാം പരിപ്പോടെ തിന്നും, കാനത്തിൻ്റെ തിന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കോട്ടീരി ബാലകൃഷ്ണൻ്റെ പായസമൊക്കെ കുടിച്ചിനി ഓരോരുത്തരെ പുള്ളി ഇപ്പോഴും ചാരി കിടന്നത് കണ്ടുകൊണ്ടിരിക്കുക. കർത്താവെ, സച്ചിൻ 100 അടിച്ചോളൂ, പുള്ളി 100 അപ്പുറം 100ക്ക് മേലെ പോയിരിക്കുന്നു. സ്വോത്രം. അദ്ദേഹം പറഞ്ഞ അസാധ്യമായി എനിക്കൊന്നുമില്ല. ആ സഹോദരി ഇത് പറഞ്ഞെങ്കിൽ ജനമിളകി. ഇന്ന് രാത്രി, ഇന്ന് കാനക്കോട് കേൾക്കുന്ന ദൈവമക്കൾ പറയണത്, കഴിഞ്ഞ കുറേ നാളുകളായി ഡൽഹിയിൽ കർഷക സമരം, കരമുയർത്തുന്നവർക്കായി 14 സ്റ്റേറ്റിലെ കർഷകർ, ഹരിയാന, അംബാല, സിംഗു ഇവിടെയെല്ലാം കിടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമെല്ലാം നെഞ്ചുവേദന, ആഭ്യന്തരമന്ത്രിക്ക് ഉറക്കമില്ലെങ്കിൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതി, എന്താ എഴുതിയെന്നറിയാമോ? സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും ഒരുവൻ അധികാരമെടുക്കുവാൻ പോകുന്നെങ്കിൽ ഒരു ഭരണം ഇവിടെ വരാറായി. അതുകൊണ്ട് ഹഗ്ഗായി പറഞ്ഞു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്ക്, ഞാൻ ഭൂമിയെ ഇളക്ക്, ഞാൻ കരയെ ഇളക്ക്, ഞാൻ കടലിലെ ഇളക്ക്. സുനാമി സകല ജാതികളും ഇളകുന്നു. മക്കളെ, ബ്രിട്ടനിൽ കലാപ്, ഹരിയാനയിൽ കർഷക സമരം, ഡൽഹിയിൽ കലാപ്, സകല സ്ഥലത്തും ജനം റോഡിൽ ഇളകുന്നത്. ഈ ഇളക്കത്തിന്റെ നടുവിൽ ഹല്ലേലൂയ സകല ജാതികളുടെ മനോഹര വസ്തു വരും. ആരാ? സകല ജാതികളുടെ മനോഹര വസ്തു യേശു ക്രിസ്തു. അവൻ പെന്തക്കോസിന്റെ ദൈവമല്ല, അവൻ CSIയുടെ ദൈവമല്ല, അവൻ മർത്തോമയുടെ ദൈവമല്ല, അവൻ ഹൈന്ദവന്റെ ദൈവമല്ല, ഇസ്ലാമിന്റെ ദൈവമല്ല. ഇന്ന് രാത്രി കാനക്കോട് കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി വീട്ടിനകത്തോ റോഡിനിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞങ്ങൾ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കാനക്കോട്, ലാവൂര്, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. കരമുയർത്തുന്നവർക്കായി നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. അറ്റ് ദ ഫസ്റ്റ് ഡേ വി ആർ കമാൻഡിങ്. പുണ്യ സ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തേണ്ട, നെഞ്ചത്ത് കൈവച്ചാൽ ഇന്ന് രാത്രി പറയോ, യേശു എന്റെ ഏക ദൈവ, യേശു ഏക രക്ഷിതാവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നു. ഇന്ന് രാത്രി നീ തീരുമാനമെടുത്താൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്, ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു മടങ്ങി വരാറാ. ഇന്ന് രാത്രി കാനക്കോട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വീടിനകത്തോ റോഡിനകത്തോ കൺവെൻഷൻ കൂട്ടങ്ങൾ ഞങ്ങളെ കേൾക്കുന്ന മക്കളെ, ഈ സത്യസുവിശേഷം കേട്ട്, ഇതൊരു പ്രസ്ഥാനത്തിന്റെ അല്ല, പണത്തിന്റെ അല്ല, സംഘടനയുടെ അല്ല. ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവിന്റെ വാസം എവിടെ? നിന്റെ ആത്മാവിനെ നിത്യതയിൽ എത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഏക സത്യദൈവം യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് അവൻ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് ഈ രാത്രി സത്യവചനം ഏറ്റെടുത്ത് നെഞ്ചത്ത് കൈവച്ച് നാഥന രക്ഷകനായി ചേർക്കുന്ന കുഞ്ഞുങ്ങളെ ചേർക്കാൻ യേശു വരാറായി.